ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ ടാറ്റാന്ന്? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പ്രെയർ ആണ്, പ്രെയർ ടൈം ആണ്. നമ്മൾ ഇന്ന് ഒരു 2 മാർക്കിന് 3 മാർക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കളയുന്ന എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാളെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, എസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാധാ ക്വസ്റ്റ്യൻ വേഗം പോകാം, സമയം കളയേണ്ട. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് വേഗം ഒന്ന് ആൻസർ പറയാം കേട്ടോ. നോക്കിയേ, ഇത് പ്രോബ്ലം ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നോക്കിയേ, ആയിഷ ആൻഡ് ഫാത്തിമ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. സ്റ്റേറ്റ് വെദർ ദ claim is valid if the partnership agreement is silent in the following matters. അപ്പോൾ ഈ ആയിഷയും ഫാത്തിമയും ഒരു കമ്പനിയിലെ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ കമ്പനിയിൽ എന്തില്ല, പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇല്ല. ദാറ്റ് ഈസ് എന്തില്ല, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഈസ് സൈലന്റ്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. ആ ഡീഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. നോക്കിയ ഫസ്റ്റ് വൺ, ആയിഷ is an active partner. She wants a salary of rupees 10,000 per year. ആയിഷ ഒരു ആക്റ്റീവ് പാർട്ണർ ആണ്. ആയിഷക്ക് എല്ലാ വർഷവും 10,000 rupees സാലറി വേണമെന്ന് അവകാശപ്പെടുകയാണ് അല്ലെ. ആയിഷ അങ്ങോട്ട് അവകാശപ്പെടുകയാണ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല കേട്ടോ. ഡീഡ് ഇല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറേ വിളിച്ചേ, ശ്രീദേവി വിളിച്ചേ. ഇത് ശരിയാണോ? ഇത് ശ്രീദേവി കറക്റ്റ് ആണോ? ശ്രീദേവി അല്ല കേട്ടോ. എഗ്രിമെന്റ് പറഞ്ഞാൽ മാത്രം സാലറി കൊടുത്താൽ മതി. ഇവിടെ എന്താണ്, എഗ്രിമെന്റ് സൈലന്റാ. അതായത് എന്താ, എഗ്രിമെന്റ് ഇല്ല എന്ന് പറയാം അല്ലെ. എഗ്രിമെന്റ് പറയുന്നില്ല, അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈലന്റ് ആണ്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഇല്ല എന്ന് പറയാം. എഗ്രിമെന്റിൽ പറയുന്നില്ലെങ്കിൽ സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ഓക്കെ, അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ നോക്കാം. ഫാത്തിമ ഹാഡ് അഡ്വാൻസ്ഡ് എ ലോൺ ടു ദ ഫേം. ഷീ ക്ലെയിംസ് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം. ഫാത്തിമ കുറച്ച് എമൗണ്ട് കമ്പനിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലോണിന് എല്ലാ വർഷവും ഫാത്തിമക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടണമെന്ന് ഫാത്തിമ അവകാശപ്പെടുകയാണ്. ഓക്കെ ആണോ? പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ 10% ഇൻട്രസ്റ്റ് മേടിക്കാൻ പറ്റുമോ? സാർ അടുത്ത വിളിച്ച് സന. ശരി, ഓക്കെ ആണ് സന? കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ സന? അല്ല, അത് എന്ന് കറക്റ്റ് ആക്കി പറഞ്ഞു. എങ്ങനെയായിരിക്കും കറക്റ്റ് ആക്കി പറയുകയാണെങ്കിൽ? മിടുക്കി. എത്രയാണിത്? 10% അല്ല, ഇത് 6% ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആകുമായിരുന്നു കേട്ടോ. 6% പെർ ആനം ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആകുമായിരുന്നു. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 10% ആണ് കേട്ടോ. 10% ഇല്ല കേട്ടോ. ഓക്കെ, തേർഡ് വൺ നോക്കിയേ. ആയിഷ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ₹20,000 ആൻഡ് ഫാത്തിമ ₹50,000 ആസ് ക്യാപിറ്റൽ. അപ്പൊ രണ്ടുപേരുടെയും ക്യാപിറ്റൽ പറയുന്നുണ്ട് കേട്ടോ. ആയിഷയുടെയും ഫാത്തിമയുടെയും ക്യാപിറ്റൽ പറയുന്നുണ്ട്. ആയിഷ വാണ്ട്സ് ഈക്വൽ ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. ആയിഷക്ക് പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഈ പ്രസ്താവന കറക്റ്റ് ആണോ? ആയിഷക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ? സാർ വിളിക്കാം. ഫസ്റ്റ് സെക്കൻഡ് റോൾ ലാസ്റ്റ് വൺ. ആതിര വിളിച്ച. ആതിര പറഞ്ഞ. ആതിര, തേർഡ് പ്രസ്താവന ശരിയാണോ? ശരിയാണ് അല്ലെ. എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഫാത്തിമ വാണ്ട്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് അറ്റ് 6% പെർ ആനം. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% വേണമെന്ന് അവകാശപ്പെടുന്നു. ശരിയാണോ ഈ പ്രസ്താവന? സാർ വിളിച്ച സെക്കൻഡ് റോയിൽ മൂന്നാമത്തെ ആള് നമ്മുടെ നാണക്കാരനെ വിളിച്ചേ. അപ്പൊ എന്ത് പറഞ്ഞേടാ ലാസ്റ്റ്? ഓക്കെ ആണോ? തെറ്റാണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിരുന്നാൽ മാത്രം കൊടുത്താൽ മതി കണ്ടോ. അപ്പൊ 4 മാർക്ക് ഒരു 3 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ സംഭവത്തിന്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആണെങ്കിൽ ടാറ്റ വന്നേ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് ചെയ്തോളൂല്ലോ. അപ്പൊ ആ സംഭവം അറിഞ്ഞിരിക്കട്ടെ. എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% പെർ ആനം കേട്ടോ. പിന്നെ ബാക്കിയൊന്നും വേണ്ട. സാലറി കേട്ടോ, നോ സാലറി. കമ്മീഷൻ ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല കേട്ടോ. ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാം എന്താ, നോ. നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു സംഭവം പഠിച്ചു വെച്ചാൽ ഇത് ഫുൾ പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സാർ വേഗം കാണിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇതും ഒരു
ഇത് എൻട്രി വെച്ചിട്ടുള്ള സംഭവം കേട്ടോ, എൻട്രി ആണ്. ഒന്ന് വായിച്ചു നോക്കി, വേഗം ഒന്ന് പറയാൻ പറ്റും നോക്കിയേ. മാച്ച് ദി അപ്രോപ്രിയേറ്റ് എൻട്രി, ഇത് എൻട്രി ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്, ബട്ട് എൻട്രി ആണ്. എൻട്രി ഓഫ് കോളം ബി വിത്ത് കോളം എ റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം, നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പറയുന്നത് വേഗം ഒന്ന് പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് വൺ കണ്ടോ, ഗുഡ് വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി. ഗുഡ് വില്ല് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ ഏതുമായിട്ട് മാച്ച് ചെയ്യാം? എൻട്രി എന്താ പറയുക? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ ആണോ? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ? നോ എൻട്രി ആണോ? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ? ഏതാണ് സാറേ വിളിച്ചത്? നമ്മുടെ തേർഡ് റോയിൽ മൂന്നാമത്തെ ആള് സിദ്ധാർത്ഥ അല്ലേ? പറയും സിദ്ധാർത്ഥേ. ഗുഡ് വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി, അപ്പൊ ഏതാ വരിക? വെരി ഗുഡ്, മിടുക്കൻ. അത് എന്താണ്? എൻട്രി വേണ്ട കേട്ടോ. അപ്പോ 1ഉം 3 തമ്മിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, മിടുക്കൻ. സെക്കൻഡ് നോക്കിയേ, ന്യൂ പാർട്ട്ണർ ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഗുഡ് വിൽ. പുതിയ പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരുന്നില്ല. ആ കേസ് എന്താ ചെയ്യേണ്ടത്? സാറേ വിളിക്കാം. അഭിജിത്ത് പറയൂ. അഭിജിത്തെ, എന്താണ് അവിടെ ഉറുദുവോ? നോക്ക്, ന്യൂ പാർട്ണർ ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഗുഡ് വിൽ. പുതിയ പാർട്ണർ ഗുഡ് വിൽ ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ എന്താ എൻട്രി വരിക? ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു എക്സസ്, ഇതാണ് എൻട്രി വരിക കേട്ടോ. ഈ മക്കളെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അറിയാവുന്ന മാച്ച് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് അറിയില്ല അപ്പൊ വിട്ട് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? അറിയാവുന്ന മാച്ച് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ഒറ്റപ്പെട്ടിരിക്കുന്നതായിരിക്കും എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക കേട്ടോ. തേർഡ് വൺ നോക്കിയേ, ഗുഡ് വിൽ ബ്രോട്ട് ബൈ ദ ന്യൂ പാർട്ണർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ണർ അല്ലെ? അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? പുതിയ പാർട്ണർ ഗുഡ് വിൽ കൊണ്ടുവന്നു, ആ എമൗണ്ട് എന്ത് ചെയ്തു? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എന്താ എൻട്രി വരിക? സാർ വിളിച്ചേ, ആര് വിളിക്കാം? പറയും നീരജ്, ഏത് വരും? പുതിയ പാർട്ണർ ഗുഡ് വിൽ കൊണ്ടുവന്നു, ആ കൊണ്ടുവന്ന എമൗണ്ട് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ എൻട്രി വരിക? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ അതായിരിക്കും കേട്ടോ. ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിട്ടേൺ ഓഫ്. അപ്പൊ എന്താ പറയുക? എൻട്രി എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ കേട്ടോ. അപ്പൊ കണക്ട് ചെയ്യാം കണ്ടോ. ഇത്രയുള്ള സംഭവം മാച്ച് ദ ഫോളോയിങ് കേട്ടോ. എൻട്രി അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ ഫസ്റ്റ് വണ്ണിലേക്ക് അറിയാൻ പറ്റും അല്ലേ? ഗുഡ് വിൽ പെയ്ഡ് പ്രൈവറ്റ്ലി, നോ എൻട്രി എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എൻട്രി അറിഞ്ഞിരിക്കുക കേട്ടോ. പുതിയ പാർട്ണർ ഗുഡ് വിൽ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എൻട്രി, കൊണ്ടുവരുന്ന ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള എൻട്രി, അതുപോലെ ഗുഡ് വില്ല് കൊണ്ടുവന്നില്ലെങ്കിലുള്ള എൻട്രി, പിന്നെ ഓൾറെഡി അപ്പിയറിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉള്ള ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചോ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതൊക്കെ തിയറി അല്ലേ? അപ്പൊ ഒന്ന് എടുത്ത് വെച്ചാൽ മതി ആൻസർ. സാർ ഒന്ന് കാണിച്ചത് ഒന്ന് എടുത്ത് വെച്ചോ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എഴുതി സമയം കളയണ്ട, പ്രോബ്ലം മാത്രം എഴുതിയാൽ മതി. ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നീട് നോക്കിയാൽ മതി കേട്ടോ. മരിയല്ലേ ഇത് എവിടെയായിരുന്നു? ഏപ്രിൽ മാസം മാത്രമേ കാണുമല്ലേ? ഇനി അടുത്ത ഏപ്രിലിൽ കാണാം. ഓക്കെ, ഇത് ഏപ്രിൽ മാർച്ചാണല്ലേ? മാർച്ച് മാസം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കാണിക്കാം. സാർ അടുത്ത ദിവസം കാണിച്ചോളൂ. ഇത് പ്രോബ്ലം ആണ് കേട്ടോ. ചെയ്ത് നോക്കണേ. യെസ് ദാ ക്വസ്റ്റ്യൻ ആണ്. ന്യൂ റേഷ്യോയും സാക്രിഫൈസേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ കേസ് 1 ആണ് ഇത്. കേസ് 1ലെ ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തോ കേട്ടോ. അജയ് ആൻഡ് അതുൽ ആർ പാർട്ട്നേഴ്സ്. റേഷ്യോ പറയുന്നുണ്ട് 3:2 പറയുന്നുണ്ട്. അനുജിനെ അഡ്മിറ്റ് ചെയ്തു. 1/4 ഷെയർ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോയും സാക്രിഫൈസേഷൻ കണ്ടുപിടിക്കുക കേട്ടോ. വലിയ ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തോ മക്കൾ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു മോഡല് നോക്കി വെച്ചോ കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേഗം ചെയ്തോ കേട്ടോ. മോഡൽ നോക്കണ്ട ചെയ്താൽ മതി കേട്ടോ. അജയ് അതുല് പാർട്ട്നേഴ്സ് ആണ്. റേഷ്യോ 3:2 പറയുന്നത്.
3/5 2/5. ഓക്കെ അല്ലേ? ഇനി പുതിയ ആൾ ആരാണ്? അനുജ് ആണ് പുതിയ പാർട്ട്ണർ. അനുജിന് 1/4 ഷെയർ കൊടുക്കുന്നു അല്ലേ? അപ്പൊ നോക്കിയ മക്കളെ, പ്രോഫിറ്റ്, കമ്പനിയുടെ പ്രോഫിറ്റ് 1 ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാല് ആ 1-ല് 1/4 പോയി അല്ലെ? അപ്പൊ 1-ൽ നിന്ന് 1/4 പോയി, ബാക്കി എത്രയുണ്ട്? 3/4 ഉണ്ട്. ഈ 3/4 ആയിരിക്കും നമ്മുടെ പഴയ പാർട്ട്നേഴ്സ് ആയ അജയും അതിലും കൂടി പങ്കിട്ടെടുക്കുന്നത് കേട്ടോ. ശരിയല്ലേ? അപ്പോ അജയുടെ ന്യൂ ഷെയർ നോക്കാം. അജയ്സ് ന്യൂ ഷെയർ എന്ത് വരും? അജയുടെ ന്യൂ ഷെയർ നോക്കുമ്പോ 3/5 ഇൻറ്റു 3/4 ഉണ്ടോ? എത്ര വരും അപ്പോ? 9/20. ഇനി അതുലിന് നോക്കാം. അതുൽസ് ന്യൂ ഷെയർ എന്ത് വരും? 2/5 ഇൻറ്റു 3/4 6/20 കണ്ടോ? ഇതല്ലേ ന്യൂ ഷെയർ. ഇനി ഇത് റേഷ്യോ ആക്കി എഴുതാം. അപ്പൊ ന്യൂ റേഷ്യോ, ഇപ്പൊ ഷെയർ കണ്ടുപിടിച്ചാട്ടോ, എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ ആക്കി എഴുതാം കേട്ടോ. അപ്പൊ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാണ്? അജയ്, അതുൽ ആൻഡ് അനുജ് അല്ലെ? അനുജ് എങ്ങനെ വരും? എൻ്റർ ചെയ്തപ്പോ ഇവിടെ കേട്ടോ. അജയ്, അതുൽ, അനുജ്. അജയുടെ 9/20 ഈസ് ടു അതുലിന്റെ 6/20 ഈസ് ടു ഇയാളുടെ 1/4. അനുജ് 1/4 അല്ലേ? 1/4. ഒരു 2 പേർക്ക് 20 അല്ലേ? ഒരാൾക്ക് 4 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണ്ടേ? 5 കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 9:6:5 ആണ് ന്യൂ റേഷ്യോ കേട്ടോ. സാക്രിഫൈസിങ് അല്ല, ന്യൂ ആണ് കേട്ടോ. ന്യൂ റേഷ്യോ ആണ് 9:6:5. കിട്ടും ചാറ്റ വന്നേ. 9:6:5 കിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യനില് ന്യൂ റേഷ്യോ മാത്രമല്ല ചോദിച്ചിരിക്കണേ, സാക്രിഫൈസിങ് വേണം കേട്ടോ. ചെയ്യാൻ പറ്റുമല്ലോ. ന്യൂ റേഷ്യോ സാക്രിഫൈസിങ് ഓൾഡ് മൈനസ് ചെയ്യാം കേട്ടോ. ഓൾഡ് ന്യൂ മൈനസ് ചെയ്യാം. സാബിത്ത് കിട്ടിയ സാറേ ഇത് ഇത്ര കിട്ടിയ സാബത്തെ? ഇത് കിട്ടിയോ? 9:6:5 കിട്ടിയോ? അപ്പൊ ന്യൂ റേഷ്യോ കിട്ടി അല്ലേ? ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കിട്ടി സാബത്തിന്. ഇനി സാക്രിഫൈസ് കണ്ടുപിടിച്ചോ കേട്ടോ. ഓൾഡിൽ നിന്ന് ന്യൂ മൈനസ് ചെയ്തോ. ഇപ്പൊ അജയുടെ നോക്കാമല്ലോ. അജയ് 3/5 മൈനസ് 9/20 ഡിനോമിനേറ്റർ സെയിം ആക്കാലോ. 4 12/20 മൈനസ് 9/20 3/20 അല്ലേ? അതിൽ നോക്കാലോ. 2/5 മൈനസ് 6/20 4 8/20 മൈനസ് 6/20 2/20. റേഷ്യോ വിൽ ബി 3:2 തന്നെയാണ് കേട്ടോ കിട്ടുക. 3:2 സിമ്പിൾ അല്ലേ? കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. ഇത് റേഷ്യോ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. യെസ് ദാ ചെയ്ത് നോക്കാലോ. വേഗം ചെയ്ത് നോക്കിയേ. ലീ ആൻഡ് പി ആർ പാർട്ട്നേഴ്സ്. റേഷ്യോ 4:3 ആണ്. പുതിയ ആൾ അഡ്മിറ്റ് ചെയ്തു. ആരാണ്? സി. ലീ പി സി. ഈ സി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ന്യൂ റേഷ്യോ പറയുന്നുണ്ട് കേട്ടോ. ന്യൂ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സാക്രിഫൈസിങ് ഒരു ഗെയിൻ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഒരു ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ട പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റിൽ പറയുന്നുണ്ട് 2:3:1 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സി വന്നപ്പോൾ ലീക്കും പിക്കും ഗെയിൻ ആണോ സാക്രിഫൈസ് ആണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിച്ചോളൂ. നോക്കാം നമുക്ക്. നോക്കിയേ, ഓൾഡ് റേഷ്യോ പറയുന്നുണ്ട് അല്ലേ? ഓൾഡ് റേഷ്യോ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ പറയണേ? ലീ ഉണ്ട്, പി ഉണ്ട്.
ലീ ഉണ്ട് പി തെളിയുന്നുണ്ട്. അത് നല്ല ഹാൻഡ് റൈറ്റിംഗ്. റേഷ്യോ 4:3 ആണ് കേട്ടോ. 4/7 3/7. ഇനി പുതിയ ആള് അപ്പൊ നോക്കിയേ ന്യൂ റേഷ്യോ നോക്കിയേ. ന്യൂ റേഷ്യോയിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോ? 3 ആൾക്കാരുണ്ട് അല്ലേ. ലീ ഉണ്ട്, പി ഉണ്ട്, സി ഉണ്ട്. റേഷ്യോ എന്താ? 2:3:1 ആണ് കേട്ടോ. 6 6 6 2/6 3/6 1/6. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സാക്രിഫൈസിങ് ഓർ ഗെയിൻ കണ്ടുപിടിക്കാം കേട്ടോ. റേഷ്യോ എന്താണ്? ഓൾഡ് മൈനസ് ന്യൂ. അപ്പൊ ലീഡ് കണ്ടുപിടിക്കാം അല്ലെ. ലീ 4/7 മൈനസ് 2/6 ആണ്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഒന്ന് ക്രോസ് പറഞ്ഞു വേഗം പറഞ്ഞേ. 42 അല്ലേ. 42 24 14 എഴുതാന്നാ അവിടെയാണ്. ഓക്കെ. 10/5 ഞാൻ എന്നെയാണ് വിളിച്ചയക്കുന്നത്. പീടെ നോക്കാട്ടെ. പീടെ 3/7 മൈനസ് 3/6 മൈനസ് 3/42 വരെ കേട്ടോ. കണ്ടോ? നോക്കി മക്കളെ. ലീക്ക് നോക്കിയപ്പോ 10/42 പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ എന്താ അത്? എന്തായിരിക്കും? സാക്രിഫൈസ് ആണ് കേട്ടോ. സാക്രിഫൈസ്. പീഡ് കണ്ടോ? നെഗറ്റീവ് വന്നില്ല. അപ്പൊ എന്താ അത്? ഗെയിൻ ആണ്. ഗെയിൻ. ഇത് ഗെയിൻ ആണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ പ്രസ്താവിക്കുക കേട്ടോ. ലീക്ക് പോസിറ്റീവ് വന്നാൽ സാക്രിഫൈസ് ആണ്. പിക്ക് നെഗറ്റീവ് വന്നത് അപ്പൊ എന്താ? അത് ഗെയിൻ ആണ് കേട്ടോ. ഗെയിൻ. നെഗറ്റീവ് വന്നാൽ ഗെയിൻ ആണ്. സാക്രിഫൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് ഫിഗർ വന്നാൽ അത് ഗെയിൻ ആണ്. അതുപോലെ ഗെയിൻ ക്വസ്റ്റൻ കണ്ടുപിടിക്കില്ലേ? അപ്പൊ എന്താ? അവിടെ നെഗറ്റീവ് ഇല്ല. അപ്പൊ അത് സാക്രിഫൈസ് ആണ് കേട്ടോ. അങ്ങനെ നോക്കുക കേട്ടോ. തിരിച്ചു നോക്കിയാൽ മതി. ലീക്ക് സാക്രിഫൈസും പിക്ക് ഗെയിനും ആണ് കേട്ടോ. പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഗെയിൻ ഓർ സാക്രിഫൈസ് അല്ലേ. റേഷ്യോ മാറിയത് കൊണ്ട് ആർക്കാണ് ഗെയിൻ ആർക്കാണ് സാക്രിഫൈസ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആക്കി ചാറ്റ് വന്നേ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? സമയം കളയേണ്ട. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. അതും റേഷ്യോ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എല്ലാം ഓരോ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ. അതാ GH. ഇത് സറണ്ടർ ആണ് കേട്ടോ. സറണ്ടറിന്റെ കേസാണ്. വേഗം ചെയ്തോളൂ. സറണ്ടറിന്റെ കേസാണ് കേട്ടോ. ആൻസർ ഒക്കെ ടൈപ്പ് വെച്ചിട്ടുണ്ടല്ലോ. അതാരാണ്? അക്സ. ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടല്ലേ? ബുക്കിൽ എന്തുണ്ടാവോ? അക്സയാണല്ലോ ഇത്. ഓക്കെ. ഞാൻ പെട്ടെന്ന് കണ്ട. പക്ഷെ ആളെ പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ കാഴ്ച കുറവാണോ ബോർഡിന്റെ കംപ്ലൈന്റ് ആണോ ഒന്നും അറിയില്ല. ആളെ മനസ്സിലാവുന്നില്ല. Okay, question നോക്കി. G and H are partners in a firm sharing profit and loss in the ratio 3:2. J is admitted as the new partner. G surrenders 1/4 of his share and H surrenders 1/2 half of his share for the new partner J. Calculate the new profit share ratio കേട്ടോ. ഇപ്പൊ സാക്രിഫൈസിങ് വേണ്ട, ന്യൂ മാത്രം മതി കേട്ടോ. സാക്രിഫൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നോക്കിയ മക്കളെ ആരൊക്കെ പാർട്ട്നേഴ്സ്? ജിയും എച്ചും ആണ് പാർട്ട്നേഴ്സ്. റേഷ്യോ എന്താണ്? 3:2 ആണ്. ദാറ്റ് മീൻസ് 3/5 2/5. പുതിയ ആളാരാണ്? ജെ ആണ് കേട്ടോ. ജെ ആണ് പുതിയ ആള്. ജെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ജെക്ക് ഷെയർ കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ജി എന്ന് പറയുന്ന പാർട്ട്ണർ ഇല്ലേ, അയാൾക്ക് 3/5 ഇല്ലേ? ഈ 3/5ന്റെ അല്ലെ 3/5ന്റെ 1/4 4ൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു? ജെക്ക് കൊടുത്തു. അതേപോലെ എച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 2/5ന്റെ നേർ പകുതി 1/2 ആർക്ക് കൊടുത്തു? ജെക്ക് കൊടുത്തു. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക.
അപ്പൊ ഈ കൊടുക്കുമ്പോൾ ഇവിടെ കയ്യിൽ നിന്ന് കുറയണം കേട്ടോ. കൊടുക്കുമ്പോൾ ആ കൊടുത്ത ഷെയർ ഇല്ലേ ഇവിടെ കയ്യിൽ നിന്ന് കുറയും കേട്ടോ. അപ്പൊ കൊടുത്ത ഷെയർ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, ഇതേ ജെസ് കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് ജെസ് കോൺട്രിബ്യൂഷൻ നോക്കിയേ, ജെക്ക് 3/5 ഉണ്ട് അല്ലേ. ഈ 3/5ന്റെ 1/4 കൊടുത്ത കേട്ടോ. അപ്പോ 1/4 ഓഫ് 3/5 നോക്കാം കേട്ടോ. 1/4 ഓഫ് 3/5 അല്ലെ. 3/5 ഉണ്ടായിരുന്നു, അതിന്റെ 4 ഭാഗം കൊടുത്തു. അപ്പൊ കണ്ടുപിടിക്കാം 1/4 ഇൻറ്റു 3/5 അല്ലെ. അതായത് 3/20 ആണ് കൊടുത്തത് കേട്ടോ. 3/20 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തോ നോക്കിയേ, ജി ന്യൂ ഷെയർ നോക്കാം. എങ്ങനെ ന്യൂ ഷെയർ വരും? കൊടുക്കുമ്പോൾ കുറയൂലേ. അപ്പൊ നോക്കിയേ, അപ്പൊ എന്ത് ചെയ്യണം? 3/5 ഉണ്ടായിരുന്നു അല്ലേ. 3/5ൽ നിന്നും അതിന്റെ 4 ഭാഗമായ 3/20 കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം കേട്ടോ. -3/20 ഉണ്ട്. അതങ്ങനെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കാമല്ലോ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 4 കൊണ്ട്. അപ്പൊ 12/20 മൈനസ് 3/20 9/20 ആണ് കേട്ടോ ജിയുടെ ന്യൂ ഷെയർ. ന്യൂ ഷെയർ. അതേപോലെ എച്ച് ഞാൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എച്ച് കോൺട്രിബ്യൂഷൻ, എച്ചിന്റെ കോൺട്രിബ്യൂഷൻ അത് കണ്ടുപിടിക്കുക കേട്ടോ. എച്ച് കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എച്ചിന് 2/5 ഉണ്ടായിരുന്നു, അതിന്റെ പകുതി കൊടുത്തു അല്ലേ. അപ്പോ 1/2 പകുതി, 1/2 ഓഫ് 2/5, 2/5ന്റെ പകുതി. അപ്പൊ കണ്ടുപിടിക്കാം 1/2 ഇൻറ്റു 2/5, അതായത് 2/10 ആണ് കൊടുത്തത്. ഈ കൊടുത്തത് കുറയ്ക്കണ്ടേ. അപ്പോ എച്ച് ന്യൂ ഷെയർ, എച്ചിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? എച്ച് ഓൾറെഡി 2/5 ഉണ്ട്. ആ 2/5ൽ നിന്നും ഇപ്പൊ കൊടുത്ത 2/10 മൈനസ് ചെയ്യണം അല്ലേ. 2/10 മൈനസ് ചെയ്യുക. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. 10 5 അപ്പൊ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2. അപ്പോ 4/10 മൈനസ് 2/10 2/10 കേട്ടോ. 2/10 വരും. ഓക്കെ, ഇനിയില്ലേ സാറേ ചെയ്യാം. ഓക്കെ ചെയ്യാം. ഇനിയില്ലേ അപ്പൊ നോക്കിയേ, അപ്പൊ ഇയാൾക്ക് 9/20, എച്ചിന്റെ 2/10. ഇനി ജെക്ക് കിട്ടിയ കണ്ടുപിടിക്കണ്ടേ. ജെക്ക് കിട്ടിയ എന്തായിരിക്കും? ജെയുടെ ഷെയർ എന്തായിരിക്കും? ജെക്ക് എന്തായി കിട്ടിയത്? 9/20 അല്ലേ. 9/20 പ്ലസ് 2/10 കേട്ടോ. ഇതാണ് ജെക്ക് കിട്ടുന്നത് കേട്ടോ. ജെക്ക് കിട്ടുന്നത് ഇതാണ്. 9/20 സോറി 9/20 അല്ല, 3/20. 3/20 പ്ലസ് ഇവിടെ കിട്ടുന്നത് 2/10 അല്ലേ. 2/10 ആണ് കേട്ടോ ഇയാൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കാമല്ലോ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 3/20 പ്ലസ് 4/20 കേട്ടോ. 7/20 ആണ് ആർക്ക് കിട്ടുക? പുതിയ പാർട്ണർ കിട്ടുക കേട്ടോ. 7/20. ഇതൊക്കെ എന്ത് ചെയ്യാം? ന്യൂ ഷെയർ എടുക്കാം, ന്യൂ റേഷ്യോ എടുക്കാം. സാറേ കുറച്ച് മാറ്റി കേട്ടോ, ഇവിടെ കാണിക്കാം കേട്ടോ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ന്യൂ റേഷ്യോ എടുത്ത് നോക്കാമല്ലോ. ആരൊക്കെയാണ്? ജി, എച്ച്, ജെ. ജിയുടെ അറിയാമല്ലോ 9/20 ഈസ് ടു എച്ചിന്റെ 2/10 ആണ്. ശ്രദ്ധിക്കുക 2/10 ആണ്. 2/10 ഈസ് ടു ജെയുടെ കിട്ടിയല്ലോ 7/20. രണ്ടുപേർക്ക് 20 അല്ലേ. ഒരാൾക്ക് 10 വന്ന് എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക, മുകളിൽ ഗുണിക്കുക കേട്ടോ. അപ്പൊ എന്ത് വരും? 9:4:7. ഇതാണ് ന്യൂ റേഷ്യോ. 9:4:7 കിട്ടിയ ഡാറ്റ വന്നേ. 9:4:7 കേട്ടോ. അറിയാത്തൊരു വേഗം എഴുതി എടുത്തു കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സറണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വേഗം പഠിച്ചോ. ആദ്യം ഓരോരുത്തരും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിക്കുക കേട്ടോ. കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്യുക? അത് കുറയ്ക്കണം കേട്ടോ. കൺഫ്യൂഷൻ ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫസ്റ്റ് ജിഎസ് കോൺട്രിബ്യൂഷൻ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ജിയുടെ ന്യൂ ഷെയർ എടുക്കുമ്പോൾ ആക്ച്വലി ഉള്ള ഷെയറിന് എന്ത് ചെയ്യുക? എമൗണ്ട് അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ ന്യൂ ഷെയർ കിട്ടും കേട്ടോ. ഇനി കോൺട്രിബ്യൂഷൻ കിട്ടുന്ന എമൗണ്ട് കോൺട്രിബ്യൂഷൻ, ഈ കോൺട്രിബ്യൂഷൻ ആട്ടോ ഇയാൾക്ക് കിട്ടുക, പുതിയ കിട്ടുന്നത് കേട്ടോ. ജിയുടെ കയ്യിൽ നിന്ന് 3/10 കോൺട്രിബ്യൂഷൻ കിട്ടി, എച്ചിന്റെ കയ്യിൽ നിന്ന് 2/10 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ജെക്ക് കിട്ടുന്ന ഷെയർ കേട്ടോ. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഒന്ന് എടുത്ത് വെച്ചോളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സാറെ കാണിച്ചോളൂ, സമയം കളയേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, ഇത് എൻട്രി ഇതുണ്ടോ സാർ? ഇത് ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ഇതില്ല കേട്ടോ, ലാസ്റ്റ് ചാപ്റ്ററിലാണേ. ചാപ്റ്റർ വൈസ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചു. അല്ല അടുത്ത
ആ ഇത് ഈ ക്വസ്റ്റ്യൻ അതെ അറേഞ്ച് ചെയ്തപ്പോൾ മാറിപ്പോയതാണേ. യെസ് ദാ ക്വസ്റ്റ്യൻ വന്നു വേഗം ചെയ്തോ കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. റിട്ടയർമെന്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ആ സോറി. മുംതാസ് ഷാജഹാൻ, എ പാർട്ണർ ഇൻ എ ഫേം withdrew the following amounts during the year ended 31st March 2024 കേട്ടോ. ആ അപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞ പാർട്ണറിന്റെ ഡ്രോയിങ്സ് ആണ് ഇത്. അദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ട്സ് ആണ്. അത് ഓരോ മന്തിലും എമൗണ്ട് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ ഡ്യൂറിങ് ദി ഇയർ എൻഡ് അല്ലേ. അപ്പൊ ഇയർ എൻഡിങ് പറയുന്നുണ്ട്. എന്നാ ഇയർ എൻഡിങ് 31st March 2024 ആണ് ഇയർ എൻഡിങ് കേട്ടോ. മോളിൽ ഞാൻ പറയുന്നുണ്ട് ഇയർ എൻഡിങ്. May 1st ഒരു 8,000 rupees വിഡ്രോ ചെയ്തു. ഓഗസ്റ്റിൽ 9,000 വിഡ്രോ ചെയ്തു. ഒക്ടോബറിൽ 7,000 വിഡ്രോ ചെയ്തു. January 1st 10,000 വിഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. റേറ്റ് ഈസ് 8%. റേറ്റ് പറയുന്നുണ്ട് 8% റേറ്റ്. ഇതേത് മാത്രം അറിയാമല്ല, പ്രൊഡക്റ്റ് മാത്രം അല്ലേ, പ്രൊഡക്റ്റ് മാത്രം കണ്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ കോളം അടിച്ച് ചെയ്യുക കേട്ടോ. ഇത് പ്രൊഡക്റ്റ് മാത്രം ഇപ്പം എന്ത് ചെയ്യണം, കോളം വരയ്ക്കുക കേട്ടോ. ഡേറ്റ് കോളം വേണം, എമൗണ്ട്, പീരീഡ്, പ്രൊഡക്റ്റ്, ഇത്രയും കോളംസ് ആണ് കേട്ടോ. സോറി ഡേറ്റ് വേണം, എമൗണ്ട് വേണം, പീരീഡ്, പ്രൊഡക്റ്റ്. ഡേറ്റ് ഏതൊക്കെയാണ്? May 1st, എമൗണ്ട് 8,000 അല്ലേ. May 1st 2023 ആണല്ലേ. അടുത്ത August 31st ആണ് 9,000. October 1st 7,000. January 1st 10,000. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റ് അറിയാലോ, 31st March ആണ് ക്ലോസിംഗ് ഡേറ്റ് കേട്ടോ. March 31st ആണ് ക്ലോസിംഗ് ഡേറ്റ് കേട്ടോ. March 31st. സാർ വിളിച്ചോളൂ, ആ ബോയ്സ് വിളിച്ച ബോയ്സിനെ ചോദിച്ചു പോവാം. ഫസ്റ്റ് നോക്കിയേ, എത്ര വരിക പീരീഡ്, എത്ര ടൈം പീരീഡ് വരിക പറയൂ സേ. മെയ് മുതൽ മാർച്ച് വരെയാണ്. അപ്പൊ എത്ര ഉണ്ട്? മെയ് 1st അല്ല, ഇൻക്ലൂഡിങ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 11 months കേട്ടോ. 11 months. ഓക്കെ, സെക്കൻഡ് വൺ സാർ വിളിച്ചോളൂ. മാധവ് പറഞ്ഞ മാധവേ, August 31st ആണ് മാധവ്. അപ്പൊ എത്ര വരും, എത്ര മാസം വരും നോക്കിയേ. ഓഗസ്റ്റ് 30, August 31st ആണ്. അപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടോ, ഓഗസ്റ്റ് തീർന്നു. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത മാസം കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഏത് അടുത്ത മാസം? സെപ്റ്റംബർ. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്രയാണ്? 7 മാസം കേട്ടോ. നെക്സ്റ്റ് ഒക്ടോബർ 1st ആണ്. സാറത്തെ വിളിച്ചോളൂ. സിദ്ധാർത്ഥ വിളിച്ചാണ് നമ്മള്. ലക്ഷ്മി പറയട്ടെ, പറയ ലക്ഷ്മി. ഒക്ടോബർ 1st ആണ് കേട്ടോ. അപ്പൊ ഒക്ടോബർ കൂട്ടി പറയണേ. എത്രയാണ്? 6 ആണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 months. ഓക്കെ, ലാസ്റ്റ് January 1st ആണ്. വിളിച്ചോ. ആൻസർ പറയും ശ്രീ. January to March. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസം. അപ്പോ കിട്ടിയേറ്റി പോർന്നു. പീരീഡ് കിട്ടിയല്ലോ. എന്ത് ചെയ്യണം, നമ്മള് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചോ കേട്ടോ. കണ്ടുപിടിക്കാം പീരീഡ് ഇൻറ്റു എമൗണ്ട് ആണ് കേട്ടോ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോ 8,000 × 11 88,000 വരും കേട്ടോ. 88,000.
നെക്സ്റ്റ് വൺ 9,000 to 7. 9 to 7 എത്ര വരിക? അമിത്തേ ചായ കുടിച്ചിട്ടിരിക്കണ നീ. എത്ര വരിക? 9 to 7. നീ റോൾസ് റോയ്സ് ഓടിക്ക് പോയി കേട്ടാ. അടുത്ത വിളിച്ചേ 7,000 to 6. ഹനാദി പറയ ഹനാദി. 42,000. ഓക്കെ ലാസ്റ്റ് വൺ 10,000 to 3. പറ രോഹിതേ. ഹനാദി കടന്ന കൈയായി പോയി. രോഹിത് പറയടാ എത്ര കിട്ടി? 10,000 into 3. 10,000 into 3. 20,000. 30,000. 30. അവൻ പോയി. 30,000. റേഞ്ച് ഇഷ്യൂ ഉണ്ട് നാട്ടിൽ പോയവൻ. ഓക്കെ കഴിഞ്ഞല്ലോ. എന്ത് ചെയ്യണം? ടോട്ടൽ എടുത്തോളൂ. ടോട്ടൽ എടുത്തോളൂ. ടോട്ടൽ എത്ര വരും നോക്കി സാർ വിളിച്ച് എത്ര കിട്ടി ടോട്ടല്? ശ്യാമില പറഞ്ഞേ. ശ്യാമില എത്തി ടോട്ടല്? 2,23,000 നോക്കുന്നില്ല കേട്ടോ. 2,23,000 അല്ലേ? 23. ഓക്കെ. ചൂടാവണം എന്ത് ചെയ്യാ ഇതൊക്കെ എഴുതാലോ. അപ്പൊ എഴുതിക്കോട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസിക്കൽ ടു എന്താ ഇക്വേഷൻ? ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെ ഇപ്പൊ കിട്ടിയ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12 അല്ലേ? ഇൻറ്റു 1/12. ഓക്കെ 2,23,000 ശ്യാമിൽ പറഞ്ഞത് ചൂടായി പറഞ്ഞത്. 2,23,000 റേറ്റ് അറിയാലോ. എത്ര റേറ്റ് ആണ്? 8 ആണ് കേട്ടോ. അപ്പൊ 8/100 8%. അപ്പൊ 8/100 ഇൻറ്റു 1/12 കേട്ടോ. ഓക്കെ എത്ര കിട്ടിയ ആൻസർ? ആര് പറയും? മകളി എഴുതുന്നത് ക്ലിയർ ആണെങ്കിൽ ടാറ്റ വന്നേ. ക്ലിയർ ആണോ? ഓക്കെ പുതിയ പേനയാണ് അതുകൊണ്ടാണ്. എത്ര രൂപ സാറേ? 37,618. പറയൂ. വിളിച്ചേ ആര് വിളിക്കാം? എത്ര കിട്ടിയ എക്സ്ട്രാ എമൗണ്ട്? 1,486 അല്ലേ? 0.6 ആണല്ലേ? അപ്പൊ ഭയങ്കര റൗണ്ട് ചെയ്യാം കേട്ടോ. 1,487 ആയിക്കോളൂ. ഹിന്ദി എന്ന് പറഞ്ഞത് 1,487. അവൻ പറയും. രോഹിത്തെ വിളിച്ച രോഹിത്തിനെ പറഞ്ഞു. രോഹിത്തെ സ്റ്റക്കായി നിൽക്കണവൻ. റേഞ്ചില്ല. ഓക്കെ ക്ലിയർ അല്ലേ? രോഹിത് പറഞ്ഞ എത്ര കിട്ടി? രോഹിത് എമൗണ്ട് എന്ത് വായിച്ചേ? 1,487 എന്ന് വായിച്ചേ ഹിന്ദിയില്. റേഞ്ച് കേട്ടോ അവന്. വേണ്ട വായിക്കണ്ട കേട്ടാ. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. സമയമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ് ഇതും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ വിഡ്രോ വരുന്നുണ്ട്. വിഡ്രോ ചോദിച്ചോടാ. ആരാണ്? സന ചോദിക്കൂ. സന അതെന്നറിയാമോ? അത് ഇക്വേഷൻ ഉള്ള കേട്ടോ. 1/12 ഇക്വേഷൻ ഉള്ളതാ. ഇക്വേഷൻ കേട്ടോ അത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12. അതായത് ഇത് ഒരു സെയിം ഇയറില് ഡിഫറെന്റ് മന്ത് അല്ലേ വിഡ്രോ ചെയ്ത്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാം കൂടി 1 ആയിട്ട് എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. അതുകൊണ്ട് 1/12 കേട്ടോ. അത് ഇക്വേഷൻ ഉള്ള കേട്ടോ. 1/12 പഠിച്ചു വെക്കണേ. അത് ഏത് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യാം. 1/12 പ്രൊഡക്റ്റ് പറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1/12 അപ്ലൈ ചെയ്യാം കേട്ടോ. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ഇൻറ്റു 1/12 അതാണ് ഇക്വേഷൻ കേട്ടോ. PQR partners in a firm with the capitals പറയുന്നുണ്ട് 1,50,000 and 1,00,000 respectively on July 2024. ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് ആണ്. 1-ാം തീയതിയാണ്.
July 1st, 2024, P withdrew rupees 50,000 from his capital. Calculate interest on capital at 10% per annum, assuming that accounts are closed on December 31st every year. പി എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? അയാൾ മാത്രം കേട്ടോ, പി മാത്രം എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു കേട്ടോ. എത്ര വിഡ്രോ ചെയ്തു? 50,000 രൂപ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അപ്പോ പി ഉണ്ട്, ക്യൂ ഉണ്ട് അല്ലേ? പി ഉണ്ട്, ക്യൂ ഉണ്ട്. ക്യാപിറ്റലൊക്കെ എത്ര? ക്യാപിറ്റല് പിയുടെ ക്യാപിറ്റൽ എത്രയാണ്? പിയുടെ ക്യാപിറ്റല് 1,50,000. ക്യൂയുടെ ക്യാപിറ്റലോ 1 lakh അല്ലേ? 10% ഇൻട്രസ്റ്റ് റേറ്റ് 10% കേട്ടോ. അപ്പൊ പിയുടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫുൾ ഇയർ നോക്കാം അല്ലേ? അപ്പൊ ഫുൾ ഇയർ ഇൻട്രസ്റ്റ് നോക്കാം കേട്ടോ. ഫുൾ ഇയർ ഇൻട്രസ്റ്റ് നോക്കിയേ. ഫുൾ ഇയർ ശരിക്കും എത്ര ഇൻട്രസ്റ്റ് കിട്ടേണ്ട ഇയാൾക്ക്? 1,50,000 ഇൻറ്റു 10/100 അല്ലേ? അപ്പൊ എത്ര വരും? കട്ട് ചെയ്യുമ്പോൾ 15,000 ആണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം വിഡ്രോ ചെയ്തു അല്ലേ? അപ്പൊ എന്താണ് അതൊക്കെ നോക്കാം അല്ലേ? അപ്പൊ വിഡ്രോ എമൗണ്ട് അല്ലേ? വിഡ്രോ എമൗണ്ട് നോക്കാം. എത്ര വിഡ്രോ ചെയ്തത്? 50,000 അല്ലേ? 50,000 ഇൻറ്റു 10/100 ഇൻറ്റു നോക്കി. ജൂലൈ 1 വിഡ്രോ ചെയ്തത്. ജൂലൈ 1 അല്ലേ? അപ്പൊ ജൂലൈ മുതല് ഡിസംബർ വരെ നോക്കാം അല്ലേ? ഡിസംബറിൽ ക്ലോസ് ചെയ്യാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഡിസംബർ അല്ലേ? അപ്പൊ നോക്കി എത്ര മാസം നോക്കിയേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തെ കിട്ടൂല. അപ്പൊ 6/12 ചെയ്യണം. എത്ര നോക്കി? 50,000 6 മാസത്തെ ഇൻട്രസ്റ്റ് എത്രയാ? വിഡ്രോ ചെയ്ത എമൗണ്ട് ഇൻട്രസ്റ്റ് നോക്കി എത്ര വരും? ആരാ പറഞ്ഞേ? അഫ്നാനെ കിട്ടി. അഫ്നാനെ ആരാ ചോദിച്ചിരിക്കുകയാണ് അവിടെ? ദൈവം എന്താ പറയണ? 2,500 അല്ലേ? അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം കേട്ടോ. വിഡ്രോ ചെയ്തപ്പോൾ അത് മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോ 15,000 നിന്നും 2,500 കുറയ്ക്കുക. അപ്പൊ തീർട്ടും 12,500 കിട്ടും കേട്ടോ. 12,500 അദ്ദേഹത്തിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് കേട്ടോ. 15,000 കിട്ടേണ്ട ആളായിരുന്നു. പക്ഷെ എന്താണ്? വിഡ്രോ ചെയ്തത് കൊണ്ട് ആ വിഡ്രോ ചെയ്ത എമൗണ്ടിന്റെ പലിശ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ പലിശ ഇതിൽ നിന്ന് കുറയ്ക്കണം കേട്ടോ. വേണ്ട, മൈനസ് ചെയ്തു. അപ്പൊ ബാക്കി അതും പോയിട്ട് ബാക്കി 12,500 കിട്ടും. ക്യൂ കേസ് എന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും കേട്ടോ. എത്രയാണ്? 10/100 അല്ലേ? 10,000 രൂപ. 10,000 രൂപ കിട്ടും കേട്ടോ. ക്യൂവിന് 10,000 രൂപ കിട്ടും. പിക്ക് 15,000 കിട്ടേണ്ടതാണ്. വിഡ്രോ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? വിഡ്രോയുടെ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് കിട്ടില്ല. അത് കുറച്ചിട്ട് ബാക്കി 12,500 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ടാറ്റ വന്നേ. ഓക്കെ, അടുത്ത് കാണിച്ചോളൂ. യെസ്, വലിയ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാ നോക്കിയേ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ എന്നിട്ട് വായിച്ചു നോക്കും കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇല്ലേ? പക്ഷെ ഇവിടെ അപ്രോപ്രിയേഷൻ വേണ്ട കേട്ടോ. അത് ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേഷൻ വേണ്ട. എന്തുകൊണ്ടാന്ന് പറയണേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ. രാധ, സുധ ആൻഡ് പ്രേമ. മറ്റേ ഇത് രാമായണം പഠിക്കണ്ടേ ഭാഗം, മഹാഭാരതം. ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ 75,000, 60,000 ആൻഡ് 45,000. അപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അവിടെ ക്യാപിറ്റൽ പറയുന്നുണ്ട് 75, 60, 45. ദേ ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. അപ്പൊ റേഷ്യോ പറയുന്നുണ്ട്. ഇവിടെ റേഷ്യോ എത്ര പറയണേ? 5:3:2 റേഷ്യോ പറയുന്നുണ്ട്. സുധ ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് ₹750 പെർ മന്ത് അല്ലെ? സുധ എന്ന് പറയുന്ന പാർട്ണർക്ക് എല്ലാ മാസവും 750 രൂപ ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം.
പിന്നെ രാധ വിൽ ഗെറ്റ് ആൻ ആനുവൽ കമ്മീഷൻ ഓഫ് ₹8,000. രാധയ്ക്ക് വർഷത്തില് 8,000 രൂപ കമ്മീഷൻ കിട്ടും എന്ന് പറയുന്നുണ്ട്. ആസ് പെർ ദ ഡീഡ് പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% per annum. അപ്പോൾ പാർട്ട്നേഴ്സിന് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പാർട്ട്നേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് അല്ലെ, പാർട്ട്നേഴ്സിന് ആ വർഷം വിഡ്രോ ചെയ്ത ഡ്രോയിങ്സ് പറയുന്നുണ്ട്. അതൊക്കെ രാധയ്ക്ക് 5,000, സുധയ്ക്ക് 3,000 അല്ല 3,000, പ്രേമയ്ക്ക് 2,000 കേട്ടോ. അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുന്നുണ്ട് 500, 300, 200. ഇനി നോക്കിയേ, ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഫോർ ദി ഇയർ എൻഡഡ് 31st December 2025 ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് കേട്ടോ. എത്ര രൂപയാണ്? 30,000 കേട്ടോ മക്കളെ. ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ ആഫ്റ്റർ, ഈ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? ഈ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് കണ്ട നമ്മൾ എന്ത് ചെയ്യണ്ട? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ട കേട്ടോ. കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. അതിന് പകരം ഇത് ബിഫോർ ആണെങ്കിലോ, ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യണം, എന്നിട്ട് വേണം ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇവിടെ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ എക്സാമിൽ ചിലപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറയും, അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പറയും കേട്ടോ. പക്ഷെ ഇവിടെ ആഫ്റ്റർ പറഞ്ഞുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ട, ബിഫോർ പറഞ്ഞ മാത്രം ചെയ്താൽ മതി. ബാക്കി ഇവിടെ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം മതി കേട്ടോ. ചെയ്യാലോ? വേഗം ചെയ്യാലോ? ചെയ്തോ കേട്ടോ, ചെയ്തോളൂ. ഒരുമിച്ച് വരച്ചോ കേട്ടോ, 3 ഒരുമിച്ച് വരച്ചു. കുറച്ച് ചെറുതാക്കിടാൻ പറ്റുമോ? മുകളിലോട്ട് കയറ്റിടാൻ പറ്റും. ഒരുപാട് ചെറുതാക്കണ്ട, എനിക്ക് വായിക്കാൻ പറ്റില്ല. കുറച്ച് പൊക്കത്തെ കയറ്റിയാൽ മതി. ഓക്കെ. അപ്പോ ഹെഡിങ് എന്ന് കൊടുക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരക്കുക. എന്നിട്ട് 3 പേര് ഒരുമിച്ച് വെക്കാം കേട്ടോ. പെർട്ടിക്കുലർസ് രാധ, സുധ, പ്രേമ. ഇപ്പുറത്തും പെർട്ടിക്കുലർസ് രാധ, സുധ, പ്രേമ. അതൊരു ഡൗട്ടാണ് മക്കളെ. ഇവിടെ ഇല്ലേ ക്വസ്റ്റ്യനില്ലേ, നോക്കി മക്കളെ, ക്വസ്റ്റ്യനില് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണോ ചെയ്യേണ്ടത്, ഫ്ലക്ച്വേറ്റിംഗിലാണോ ചെയ്യേണ്ടത് ഒന്നും പറയുന്നില്ല. നത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല. അങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിൽ ആ 2 മെത്തേഡിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? സാർ വിളിച്ചേ, ആരോ വിളിക്കാം. ലാസ്റ്റ് റോയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആളെ വിളിച്ചേ. പറയൂ ലക്ഷ്മി. നമുക്ക് 2 മെത്തേഡ് ക്യാപിറ്റൽ കൊണ്ട് പറയാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗും ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്നും പറയുന്നില്ല. അപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ചിരിക്കണം. ഇല്ല മോളെ, ഫ്ലക്ച്വേറ്റിംഗ് ആണ് കേട്ടോ. ഫ്ലക്ച്വേറ്റിംഗ് ചെയ്താൽ മതി കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാത്രം ഫിക്സഡ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫ്ലക്ച്വേറ്റിംഗ് മതി. അപ്പൊ എന്താണ്? ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്നും എടുത്ത് പറയുന്നത് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ചെയ്യുക. ഒന്നും പറയുന്നില്ലെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാലും ഫ്ലക്ച്വേറ്റിംഗ് ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടത് ഓക്കെ. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫ്ലക്ച്വേറ്റിംഗ് ചെയ്താൽ മതി. അപ്പൊ ഒരൊറ്റ അക്കൗണ്ട് ചെയ്താൽ മാത്രം മതി, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം മതി കേട്ടോ. അത് പഠിച്ചു വെച്ചോട്ടെ ആ കാര്യം. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ബാലൻസ് ചെയ്താം. അപ്പോ കടിച്ച് ചെയ്താൽ അല്ലേ? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ക്യാപിറ്റൽ ബാലൻസ് കേട്ടോ. എത്രയ്ക്ക് ക്യാപിറ്റൽ ബാലൻസ് അറിയാ? രാധ 75,000, സുധ 60,000, മറ്റേത് 45.
45,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലേ, അത് ഇവിടെ കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയൊക്കെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? എമൗണ്ട് ഇല്ലല്ലോ. 6 എത്ര റേറ്റ് എത്ര പറഞ്ഞത്? 10% അല്ലേ? 10 അല്ലേ? അല്ല 6 ആണല്ലേ? ഇൻട്രസ്റ്റ് 6 ആണ് കേട്ടോ. 6% ആണ് കേട്ടോ. 6 ആണ്. വേഗം കണ്ടുപിടിച്ച് നോക്കിയേ ഈ എമൗണ്ട് 6% വേഗം കണ്ടുപിടിച്ചേ ഓരോരുത്തരുടെയും. രാധയ്ക്ക് 75 6% അല്ലേ? 75,000 6%. അപ്പൊ വരും 4,500. സുധയ്ക്ക് 60,000 6%, 3,600. പ്രേമയ്ക്ക് 45,000 6%, 2,700. ഇതാ വരും കേട്ടോ. 2,700 കേട്ടോ. ഓക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ രാധയ്ക്ക് സാലറി ഉണ്ട് കേട്ടോ. മന്ത്ലി സാലറി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണല്ലോ രാധാസ് സാലറി. എത്ര രൂപ സാലറി കിട്ടും രാധയ്ക്ക്? 750 പെർ മന്ത് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പെർ മന്ത് എന്ത് ചെയ്യണം? സാലറി വിളിച്ച് ചോദിച്ചു നോക്കാം. എന്ത് ചെയ്യണം? പെർ മന്ത് എന്ത് ചെയ്യണം? പറയൂ ശ്രീദേവി. അഫ്നാൻ എന്ത് ചോദിക്കുന്നുണ്ട്? അഫ്നാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട്. ഓക്കെ, ഒരു വർഷമാവും അല്ലേ? ചോദിക്കൂ അഫ്നാനെ, പറയാമെന്നാണോ? സുധയ്ക്കാണോ? രാധയ്ക്കല്ലേ? സുധ. അപ്പൊ സുധ സാലറി എമൗണ്ട് കിട്ടിയോ? എത്ര കിട്ടിയ എമൗണ്ട്? 750 12 വെച്ച് ചെയ്തോ? 9,000 അല്ലേ? അപ്പൊ സുധയ്ക്കാണ് കേട്ടോ. സുധയുടെ അക്കൗണ്ട് 9,000. രാധയ്ക്ക് കമ്മീഷൻ ഉണ്ട്. അപ്പോ രാധാസ് കമ്മീഷൻ എമൗണ്ട് പെർ ഇയർ ആണ് കേട്ടോ. 8,000 അല്ലേ? 8,000. ഓക്കെ. ഇനി ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അത് എന്നിട്ട് ചെയ്യാം. ഇപ്പൊ ഡ്രോയിങ്സ് ഈ സൈഡ് ഡ്രോയിങ്സ് എത്രയൊക്കെ ഡ്രോയിങ്സ് വരിക? 5,000, 3,000, 2,000. അത് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഇതുകൊട്ടെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയൊക്കെയാണ്? 500, 300, 200. ഇനി പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം കേട്ടോ. എത്ര പ്രോഫിറ്റ്? 30,000 അല്ലേ? ഇത് ഡിവൈഡ് ചെയ്യാൻ റേഷ്യോ പറയുന്നുണ്ട്. റേഷ്യോ ഉണ്ടല്ലോ. റേഷ്യോ എത്രയായിരുന്നു? 5:3:2 ആണ് കേട്ടോ. അപ്പൊ കേട്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന എമൗണ്ട് ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എമൗണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 30,000 ആണ് പ്രോഫിറ്റ് പറയുന്നത്. ഡിവൈഡ് ചെയ്യണേ. $30,000 into 5/10 അല്ലേ? 5/10 15,000. അടുത്ത ആൾക്ക് 30,000 into 3/10 9,000. അടുത്ത ആൾക്ക് 30,000 into 2/10 6,000. ഓക്കെ. ഓക്കെ, എന്ത് ചെയ്യാ? ബാലൻസ് ചെയ്യാം കേട്ടോ. ബാലൻസ് ചെയ്തോളൂ. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ വരും കേട്ടോ. വേഗം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ. രാത്രി നോക്കാം. 75,000 plus 4,500 plus 8,000 plus 15,000 അല്ലേ? 1,02,000 വരും. 2,500 വരും അല്ലേ? 1,02,500. അതിൽ നിന്ന് മൈനസ് ചെയ്യാം കേട്ടോ. മൈനസ് 5,500. 97 വരും കേട്ടോ. 97,000 രാധയുടെ. സുധയുടെ നോക്കുമ്പോ 60,000 plus 3,600 plus 9,000 plus again 9,000.
81,600 ആണ് കേട്ടോ. 81,600 അതിൽ നിന്നും മൈനസ് ചെയ്യുക അല്ലെ, 3,300 മൈനസ് ചെയ്യുക, 78,300 ആണ് കേട്ടോ. 77,300 കിട്ടിയ സുധാടെ. 60,000 പ്ലസ് 3,600 പ്ലസ് 9,000 പ്ലസ് 9,000 81,600 ആണല്ലോ, മൈനസ് 3,300 78 ആണ് കേട്ടോ. ചെക്ക് ചെയ്യണേ. അടുത്ത ആളുടെ 45,000 പ്ലസ് 2,700 പ്ലസ് 6,000 53,700 ആണ് കേട്ടോ. 53,700 മൈനസ് 2,000 നോക്കുമ്പോൾ 51,500 കേട്ടോ. 51,500 ഇതാ കിട്ടുക കേട്ടോ. 51,500 കിട്ടും. ഡാറ്റ തന്നേ, ക്യാപിറ്റൽ അക്കൗണ്ട് കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? ഇനിയില്ലേ നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യണമായിരുന്നെങ്കിൽ ഇതിൽ ഒരു ഐറ്റം എടുക്കില്ല. ഏത് ഐറ്റം എടുക്കാത്തത് ആർക്ക് പറയാം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്ന ഒരു ഐറ്റം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കാറില്ല. ഏതാണ് ഐറ്റം? ചിലപ്പോൾ 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ദിയ സിംസൺ ആണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത് അല്ലേ? ദിയ പറയൂ. ദിയ ഏതാണ് ദിയ എടുക്കാത്ത ഐറ്റം? ഡ്രോയിങ്സ് ഉണ്ട്. ഈ സംഭവം ഉണ്ട്. ഇത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എടുക്കാത്ത ഐറ്റം ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഡ്രോയിങ്സ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയെല്ലാം റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് അറിയാമോ? ഇതില്ലേ, ഇതെല്ലാം ഇപ്പുറത്ത് വരും അല്ലേ? ഇത് ഇപ്പുറത്തേക്കും പോകും. ഒരു ഓപ്പോസിറ്റ് വരും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, പോയിട്ട് വേഗം വരിക കേട്ടോ. സമയം കളയണ്ട. ഇത് ഗുഡ് വിൽ കേട്ടോ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. The goodwill of a firm is to be calculated at 3 years purchase of their super profit. Super profit. The capital employed rupees 1 lakh പറയുന്നുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% പറയുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ഫേം ഫോർ ദി ലാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റും ലോസും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വർഷം ലോസ് ആണ് കേട്ടോ. 2020 മുതൽ 2024 വരെ പറയുന്നുണ്ട്. അതിൽ 23 ലോസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. ഏത് മെത്തേഡ് അറിയാമല്ലോ? ഏത് മെത്തേഡാണ്? സൂപ്പർ പ്രോഫിറ്റ് ആണ് കേട്ടോ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്ത് നോക്കിയേ. വേഗം ചെയ്തോ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമില്ല. ബോർഡ് നോക്കി ചെയ്തോളൂ കേട്ടോ. സമയം കളയണ്ട. ബോർഡിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ ചെയ്തോളൂ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. എന്തൊക്കെ പറയുന്നുണ്ട്? ആവറേജ് പ്രോഫിറ്റ് പറയുന്നില്ല, പകരം ഒരു 5 വർഷത്തെ പ്രോഫിറ്റ് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം ലോസ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് പറയുന്നുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നുണ്ട്. 3 years പർച്ചേസും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്യാപിറ്റലൈസേഷൻ അല്ല എന്ന് മനസ്സിലാക്കാം. പർച്ചേസ് പറയുന്നുണ്ട്, ക്യാപിറ്റലൈസേഷൻ അല്ല. ചെയ്ത് നോക്ക് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ നമ്മൾ ലാസ്റ്റ് നാളെ ചെയ്യണില്ലേ? ലാസ്റ്റ് നവനീതേ ചെയ്യുന്നുണ്ട്. ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. അക്സ എന്താ ഡൗട്ട്? ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും നോക്കുമ്പോൾ ഒരേ വാല്യൂ, സെയിം വാല്യൂ 10,000. സെയിം ആണോ? അപ്പോൾ നോക്കാം കേട്ടോ. ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക കേട്ടോ. ആവറേജ് പ്രോഫിറ്റ്.
എങ്ങനെ ഒഴിക്കുക? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 5 അല്ലേ? 1 2 3 4 5. അത് പറഞ്ഞാൽ ലോസ് ആണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? 12,000 അത് ഞാൻ കൂട്ടാളെ കൂട്ടിക്കോട്ടെ, ലാസ്റ്റ് ഇത് മൈനസ് ചെയ്യാം. 12,000 പ്ലസ് 18,000 പ്ലസ് 16,000 പ്ലസ് 15,000 മൈനസ് 11,000 കേട്ടോ. മൈനസ് 11,000 കുറയ്ക്കാനുള്ള ലോസ് ലാസ്റ്റ് കുറച്ചാൽ മതി കേട്ടോ. ഡിവൈഡ് ബൈ 5 ആണ്. ഒരെണ്ണം ലോസ് ആയതുകൊണ്ട് 4 ആക്കേണ്ട ആവശ്യമില്ല. 5 ഞാൻ എന്ത് ചെയ്യാൻ കൂട്ടി നോക്കിയേ. $12,000 പ്ലസ് 18,000 16,000 15,000. ഓക്കെ, ഇനി മൈനസ് 11,000 50,000 കേട്ടോ. 50,000 ഡിവൈഡ് ബൈ 5 10,000 കേട്ടോ. 10,000. ഓക്കെ, അപ്പൊ ആവറേജ് പ്രോഫിറ്റ് 10,000 ആണ്. എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടിരിക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കേട്ടോ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എത്ര ക്യാപിറ്റൽ എംപ്ലോയിഡ് പറയണേ? 1 lakh ആണ്. 1 lakh ഇൻറ്റു 10% ആണ് കേട്ടോ. 10/100. 10,000 വരും അല്ലേ? അപ്പോൾ ഗുഡ് വില്ല ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കൊണ്ടിരിക്കുമ്പോൾ 0 വരും അല്ലേ? സൂപ്പർ പ്രോഫിറ്റ് ഇസിക്കൽ ടു ആവറേജ് മൈനസ് നോർമൽ. അപ്പോൾ 0. അപ്പോൾ ബാക്കി ചെയ്യാം കേട്ടോ. 0 ആണ് കേട്ടോ. ഓക്കെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 0 വരും. അപ്പോൾ അത് ശ്രദ്ധിക്കോ, കുഴപ്പമില്ല കേട്ടോ. വന്നാൽ എന്ത് ചെയ്യണം? ആ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. പിന്നെ ഗുഡ് വില്ലും കണ്ടുപിടിക്കുക. ആ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 3 years കേട്ടോ. ഇവിടെ 0 വന്നുകൊണ്ട് പിന്നെ മുമ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സ്റ്റെപ്പിന് ഫുൾ മാർക്ക് ഉണ്ട്. ക്ലിയർ ആയി ചാറ്റ് വന്നേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ ആണ് കേട്ടോ. അത് കാണിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹാദി പ്രദേശമാണ് കേട്ടോ. നമ്മുടെ ഹനാദിയുടെ അല്ലേ? ഹനാദി ബുക്കൊക്കെ മറിച്ച് നോക്കി. ആ ബുക്ക് കയറിയല്ലോ. ഇക്വേഷൻ മറിച്ച് നോക്കിയതായിരിക്കും. ഇത് മക്കളിത് ക്യാപിറ്റലൈസേഷൻ ആണ് കേട്ടോ. മുമ്പ് ഇത് നോർമൽ സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഇത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇക്വേഷൻ ഒക്കെ ഒന്ന് മാറും കേട്ടോ. ചെയ്ത് നോക്കിയോളൂ. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റില് ഗുഡ് വിൽ കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഹാദി ബ്രദേഴ്സ് ഏൺ ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ്, ആവറേജ് പറയുന്നുണ്ട് 30,000 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹2 lakh. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. 10% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് കേട്ടോ. ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 10% ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പറയില്ല കേട്ടോ. അറിയാലോ? ചെയ്തോളൂ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വർഷം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ഈ വർഷവും ചോദിക്കാൻ ഒരുപാട് ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആവറേജ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. 30,000 പറയുന്നുണ്ട്. ഒന്നും കണ്ടുപിടിക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇത് സൂപ്പർ പ്രോഫിറ്റ് ആവുമ്പോൾ എന്ത് വേണം? നോർമൽ പ്രോഫിറ്റ് വേണ്ടേ? അപ്പൊ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ അറിയാലോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കേട്ടോ. അപ്പൊ എത്ര വരിക? 2 lakh ഇൻറ്റു നോർമൽ 10% ആണ്. 10/100. അപ്പോ 20,000 വരും കേട്ടോ. 20,000 വരും. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പിടിക്കാം? സൂപ്പർ കണ്ടുപിടിക്കാമല്ലോ.
ഇപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ പിടിക്കാം? മൈനസ് ചെയ്യാം അല്ലേ? ആദ്യം കിട്ടിയ ആവറേജ് നിന്ന് രണ്ടാമത് കിട്ടി നോർമൽ മൈനസ് ചെയ്യാം കേട്ടോ. 30,000 മൈനസ് 20,000 അപ്പൊ കിട്ടും 10,000 ആണ് കേട്ടോ സൂപ്പർ പ്രോഫിറ്റ്. നമ്മുടെ ആൻസർ ആയിട്ടില്ല കേട്ടോ, നമ്മുടെ ആൻസറിലേക്ക് ആയിട്ടില്ല. ഇപ്പൊ കിട്ടിയത് ഒരു സൂപ്പർ പ്രോഫിറ്റ് മാത്രമാണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗുഡ് വിൽ അല്ലേ? അപ്പൊ താഴത്തതാലോ ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഗുഡ് വിൽ ആർക്ക് പറയാം? ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പറയുന്നില്ല, കാരണം ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗുഡ് വില്ല് കണ്ടുപിടിക്കുക? നമ്മുടെ സെക്കൻഡ് റോയില് രണ്ടാമത്തെ ആള് ബാദുഷാ. പറയൂ ബാദുഷാ. ബാദുഷാ ബാദുഷാ കിട്ടിയടാ. ആ പറഞ്ഞോ, എങ്ങനെ കണ്ടുപിടിക്കാം ഗുഡ് വില്ല്? സൗണ്ട് ഇല്ല, അടുത്ത വിളിക്ക്. ബാഹുൽ ദേവ്. പറയൂ ബാഹുൽ ദേവേ. ഒരു മിനിറ്റോ, ഞാൻ സ്റ്റെപ്പ് പറഞ്ഞോ. ഞാൻ ചെയ്തോളാം. സ്റ്റെപ്പ് പറഞ്ഞോളൂ. എടാ എന്താണ് എക്സാം? എന്റെ വായിക്കൂട്ടാ ആവശ്യം. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, പഠിക്കാൻ ഈ സമയത്തൊക്കെ സ്റ്റഡി ലീവ് അല്ലേ? ഇന്ന് എന്തായിരുന്നു പരിപാടി വീട്ടില്? ഇന്നെന്തായിരുന്നു പരിപാടി? അത് കാണുന്നുണ്ട്. തേജസ് പറഞ്ഞ തേജസ് സെബാസ്റ്റ്യൻ പറയൂ. ആ അപ്പൊ എന്തോരും? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് അല്ലേ? ആ അപ്പൊ എന്തോരും? ഇപ്പത്തെ സൂപ്പർ പ്രോഫിറ്റ് 10,000 അല്ലേ? അപ്പോ ഇവിടെ കേട്ടോ 10,000 ഇൻറ്റു 100/10 ശരിയല്ലേ? എത്ര വരും അപ്പോ? ആ 1 lakh, 1 ലക്ഷം വരും കേട്ടോ. 1 ലക്ഷമാണ് ഗുഡ് വില്ല്. കണ്ടോ, ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പറയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യണം കേട്ടോ. തേജസിനെ കണ്ടോ, എടുക്കാനവൻ ഫ്ലെക്സ് വെക്കണം. തേജസ് സെബാസ്റ്റ്യൻ ഫുൾ A+ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻട്രിയും വേണം, റേഷ്യോ വേണം കേട്ടോ. ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് നോക്കിയേ. ഐ വിൽ ഹെൽപ്പ് യു, പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യണം. മായ, ശോഭ, റോജ പാർട്ട്നേഴ്സ്. റേഷ്യോ പറയുന്നത് 2:1 ആണ്. ഗുഡ് വിൽ അപ്പിയേഴ്സ് പറയുന്നത്, അപ്പിയേഴ്സ് അറിയാമല്ലോ, ഓൾറെഡി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഗുഡ് വിൽ ആണ് കേട്ടോ. 50,000 പറയുന്നുണ്ട്. ശോഭ റിട്ടയർസ് ഫ്രം ദി ഫേം. ശോഭ റിട്ടയർ ആയി പോവാണ്. ഓൺ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് ഗുഡ് വിൽ പറയുന്നത് 1 lakh ആണ്. മായ ആൻഡ് റോജ ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. റേഷ്യോ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പൊ ക്വസ്റ്റ്യനിൽ ഓൾഡ് ഉണ്ട്, ന്യൂ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഗെയിനിങ് കണ്ടുപിടിക്കണം. അത് കൂടാതെ എൻട്രിയും വേണം. ഒന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയേ, ഇതിന്റെ കാലിബർ നോക്കട്ടെ. രണ്ട് റേഷ്യോ പറയുന്നുണ്ട്, 2 ഗുഡ് വില്ലും പറയുന്നുണ്ട് അല്ലേ? ഓൾറെഡി അപ്പിയറിംഗ് ഗുഡ് വില്ല് ഉണ്ട്,
ശോഭ റിട്ടയർ ആകുന്ന സമയത്ത് ഗുഡ് വില്ലും പറയുന്നുണ്ട് കേട്ടോ. 2 ഗുഡ് വില്ലും ഉണ്ട്, 2 റേഷ്യോ ഉണ്ട് കേട്ടോ. അത് വെച്ച് ചെയ്യണം. ലാസ്റ്റ് ആൾ വെറുതെ ഇരിക്കണോ? ആയുഷ് കിട്ടുന്നുണ്ട്. ആയുഷേ ഡൗട്ട് ഉണ്ടോ? സംശയം എന്താ ചോദിച്ചാൽ ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് പണ്ട് അറിയാന്നുള്ളത്. എവിടെ വെച്ച് കണ്ടിട്ടില്ല, എവിടെയോ കണ്ട് നല്ല പരിചയം. അതല്ല ചെയ്യും കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, പറഞ്ഞുതരാം. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോ. എക്സാം ആണ് അടുത്ത ദിവസം. ഈ സമയമില്ല പഠിക്കാൻ. ഒരു കൊല്ലം പഠിച്ചിട്ട് മതിയായില്ല. ആർക്കെ പാർട്ട്നേഴ്സ്? മായ, ശോഭ, റോജ. റേഷ്യോ വരുന്നത് 2:2:1 ആണ് കേട്ടോ. 2/5 2/5 1/5 അല്ലേ? ആരാ പോണേ? ശോഭയല്ലേ? അപ്പൊ 2/5 ഉള്ള ശോഭയാണ് പോകുന്നത്. ശോഭ റിട്ടയറായി പോവാണ്. ശോഭ പോയപ്പോ ഇനി ആരൊക്കെയുണ്ട്? മായയുണ്ട്, റോജയുണ്ട്. റേഷ്യോ മാറ്റിയില്ല. റേഷ്യോ എന്താക്കി നോക്കിയേ, 3:2 ആക്കി. റേഷ്യോ 3:2 ആണ് റേഷ്യോ. കണ്ടോ? അപ്പൊ ക്വസ്റ്റ്യനിൽ 2 റേഷ്യോ പറയുന്നുണ്ട് കേട്ടോ. ഓൾഡ് റേഷ്യോ പറയുന്നുണ്ട്, ന്യൂ റേഷ്യോ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഗെയിനിങ് കണ്ടുപിടിക്കുക കേട്ടോ. ഗെയിനിങ് കണ്ടുപിടിക്കണം. ഇതാ വേഗം ചെയ്ത് നോക്കിയേ. ശോഭ റിട്ടയറായി പോയി. ശോഭ പോയിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ബാക്കിയുള്ള പാർട്ട്നേഴ്സായ മായയും റോജയും എന്ത് ചെയ്തു? റേഷ്യോ ഒന്ന് മാറ്റി പിടിച്ചു, 3:2 ആക്കി കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ വാടക കൊണ്ടുവന്നിട്ടുണ്ട്. വാടക ഗുണ്ട. സാർ ചെയ്ത് കൊടുത്തു. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, പക്ഷെ വെള്ളം കുടിക്കട്ടെ. അതിലേക്ക് ഗുഡ് വിൽ അപ്പിയർസ് ഇൻ ദ ബുക്സ് 50,000. ശോഭ റിട്ടയേഴ്സ് ഫ്രം ദ ഫേം അല്ലെ? ശോഭ എന്ത് ചെയ്തു? ഫേമിന്ന് റിട്ടയർ ആയി. ഓൺ റിട്ടയർമെന്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹1 lakh. മായ ആൻഡ് റോജ ഡിസൈഡ് ടു ന്യൂ റേഷ്യോ. മക്കളെ, ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ന്യൂ റേഷ്യോ തരാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഓൾഡ് റേഷ്യോ തന്നെ സാക്രിഫൈസിങ്ങും ഗെയിനിങ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണോ? കൈവിശിക്കേ. യെസ്. ഈ അപ്പിയറിംഗിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ വട്ടം മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പിയറിംഗ് വന്നാൽ എന്താണ് ജേണൽ എൻട്രി? എന്താ അപ്പിയറിംഗ് വന്നാലുള്ള ജേണൽ എൻട്രി? എന്താ? അഡ്മിഷൻ ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ അല്ലെ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വില്. ഏതാണെങ്കിൽ? അഡ്മിഷൻ ആണെങ്കിൽ. റിട്ടയർമെന്റ് ഡെത്ത് ആണെങ്കിൽ ഓൾഡിന് പകരം ഓൾ പാർട്ട്നേഴ്സ്, ഓൾ ALL കേട്ടോ, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ എന്നാണ് നമ്മുടെ എൻട്രി വരിക കേട്ടോ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? മായയുടെ റോജയുടെ എന്ത് കാണണം? ഗെയിനിങ് റേഷ്യോ കാണണം. അപ്പൊ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ലേ? അപ്പൊ ന്യൂ റേഷ്യോ നമുക്ക് മായ റോജ മായ റോജ. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ആളാണ് മായ. സോ 2/2 അല്ലേ? നമുക്ക് മായയുടെ ആദ്യം കാണാം. അപ്പൊ 2/2 2 4 5 മൈനസ് മായയുടെ ഓൾഡ് റേഷ്യോയുടെ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ല. അപ്പൊ ന്യൂ റേഷ്യോയുടെ വന്നിട്ട് 3:2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? 3/5 മൈനസ് 2/5 അല്ലേ? യെസ്. 3/5 മൈനസ് 2/5 അല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടിയിൽ ഡിനോമിനേറ്റർ സെയിം ആണ് ഇവിടെ വന്നേക്കണം അല്ലേ സാറേ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട, ഡിനോമിനേറ്റർ സെയിം ആക്കണ്ട, നേരിട്ട് മൈനസ് ചെയ്താൽ മതി. 3ൽ നിന്ന് 2 പോയാൽ 1/5. മക്കളെ ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. നമുക്ക് മായ കിട്ടി. അടുത്ത ആളാരാ? ആരാണ് അടുത്ത ആള്? ശോഭയല്ലേ റിട്ടയർ ആയത്? സോ റോജ കാണാം. റോജ. അപ്പൊ റോജയുടെ ന്യൂ റേഷ്യോ 2 അല്ലേ റോജ? സോ 2/5 മൈനസ് 1/5. 2 1 പോയാൽ 1/5. അപ്പൊ റേഷ്യോ കിട്ടിയില്ല നമുക്ക്. ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടണേ? ഗെയിനിങ് റേഷ്യോ 1:1. കണ്ടോ? 1:1. അതാണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ. സെറ്റ് ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും.
Yes. ഇനി ജേണൽ എൻട്രീസ് എഴുതണം. ജേണൽ എൻട്രി എഴുതുന്നതിന് മുമ്പ് നമ്മുടെ ശോഭയല്ലേ റിട്ടയർഡ് ആവണേ. അപ്പൊ ശോഭയുടെ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ശോഭാസ് ഗുഡ്വിൽ. ശോഭയുടെ ഗുഡ്വിൽ എത്രയാ? ഫേമിന്റെ ഗുഡ്വിൽ നമുക്ക് 1 lakh ആണെന്നറിയാം. അപ്പൊ 1 lakh ഇൻറ്റു നമ്മുടെ ശോഭ രണ്ടാമത്തെ ആളല്ലേ. അപ്പൊ 2/5 ചെയ്യാം. 2/5 5 2 വട്ടം കട്ട് ചെയ്യാം. 2 × 2 40,000 രൂപ. മക്കളെ സെറ്റ് ആണോ? ശോഭയുടെ ഗുഡ്വിൽ എത്ര കിട്ടാ? 40,000. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? 40,000 രൂപയാണ് ശോഭയുടെ ഗുഡ്വില്. ഈ ശോഭയുടെ ഗുഡ്വിൽ ആര് കൊടുത്തു വിടണം? ബാക്കിയുള്ള 2 പാർട്ണർ ആരൊക്കെയാ? മായയും റോജയും. അപ്പൊ എന്താ എൻട്രി വരാ? മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാ? ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആണോ? മായയും റോജയും കൂടി ശോഭയ്ക്ക് കൊടുത്ത് അങ്ങോട്ട് വിടാണല്ലേ. അപ്പൊ മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എൻട്രി എത്രയാ? മായയുടെ അവിടെ 40ന്റെ പകുതി 20,000 വരും. റോജയുടെ അവിടെ 20,000 ടു ശോഭ 40,000. സെറ്റ് ആണോ? എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്. യെസ്, കഴിഞ്ഞിട്ടില്ല. ഈ എൻട്രി മാത്രം എഴുതിയാ പോരാ. അപ്പിയറിംഗ് ഇല്ലേ? അപ്പിയറിംഗ് വരുമ്പോൾ എൻട്രി എന്താ? അഡ്മിഷൻ റിട്ടയർമെന്റിലാണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ്. അപ്പൊ എന്താ എൻട്രി വരാ? മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വില്. സെറ്റ് അല്ലേ? ഓൾ പാർട്ട്ണർ വരും കേട്ടോ. അപ്പിയറിംഗ് ഗുഡ്വിൽ ഇല്ല. അപ്പിയേഴ്സ് പറയണോ? അപ്പിയേഴ്സ്. അപ്പൊ 50,000 രൂപ നമ്മൾ ഓൾഡ് റേഷ്യോയിൽ വേണം വിധിക്കാനായിട്ട്. നമുക്ക് ആകെ ഗെയിനും സാക്രിഫൈസും വേണ്ടത് എന്തിനാ? ഗുഡ്വില്ലിന് വേണ്ടിയിട്ടാ. വേറെ എവിടെയും നമുക്ക് ആ റേഷ്യോ വേണ്ട കേട്ടോ. അപ്പൊ ഇത് അപ്പിയറിംഗ് അല്ലേ? ഈ ഗുഡ്വിൽ ഓൾറെഡി അപ്പിയറിംഗ് പഴയ ഗുഡ്വില്ലാണ് കേട്ടോ. ഇത് നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ഓൾഡ് റേഷ്യോയിലാണ്. അപ്പൊ അപ്പിയറിംഗ് ഗുഡ്വിൽ ഡിവൈഡ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോയിലാണ്. എൻട്രി എന്താ? ഓൾ പാർട്ട്നേഴ്സ്. അപ്പൊ മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ 50,000. അപ്പൊ മായയുടെ അവിടെ 20,000 വരും, ശോഭ 20,000 വരും, റോജ 10,000 വരും. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണ്? 2 എൻട്രി കത്തിയില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ അഫ്ന? ഇനി ഡൗട്ട് ഇല്ല. ഡൗട്ട് ഉണ്ട് റീസ് ഹാൻഡ് ചെയ്തു. ആർക്കെങ്കിലും ആ എൻട്രി ഡൗട്ട് ഉണ്ട് റീസ് ഹാൻഡ് ചെയ്തു. അപ്പിയറിംഗിന്റെ എൻട്രീസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയില്ലേ? ഇത് ശോഭയുടെ 40,000 കണ്ടുപിടിച്ചിട്ട് ബാക്കി 2 പേരും കൊടുത്തു വരണം. സാർ ആർക്കും ഡൗട്ട് ഉണ്ടല്ലോ? അമൽകൃഷ്ണ ഡൗട്ടാണോ? ചോദിച്ചു വേഗം ചോദിച്ചോ, വേഗം ചോദിച്ചോ. അഭിനവനുണ്ട് സാറേ, വേഗം വിളിക്കുന്നു. വേഗം പറയൂ. അടിയില് നമ്പർ സെയിം ആണെങ്കിൽ നേരിട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ആള് അദ്വൈത് ചോദിച്ച മോനെ. ഏതാ ഈ ഗുഡ്വില് കൊടുത്തതാണോ അത് അപ്പിയറിംഗിന്റെ ആണോ? അപ്പിയറിംഗ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ എൻട്രി? ഓൾ പാർട്ട്നേഴ്സ്. റിട്ടയർമെന്റ് അല്ലേ ഇത്? റിട്ടയർമെന്റ് ഡെത്ത് വന്ന ഓൾ പാർട്ട്ണർ. ഓൾ പാർട്ട്ണർ പറയുമ്പോൾ ഏതൊക്കെ പാർട്ട്ണർ ഉണ്ടാ? മായയും ശോഭയും റോജയില്ലേ? അപ്പൊ മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ശോഭാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. കത്തിയാ? ഈ 50,000 ഈ 2:2:1 വീതിക്കണം കേട്ടോ. ആദ്യത്തെ കിട്ടിയോ? സെറ്റാണോ? ഓക്കെ, അടുത്ത ആള് അഭിമന്യു ചോദിച്ച മോനെ, വേഗം ചോദിച്ചോ. ഏത് എൻട്രിയാ? അപ്പിയറിംഗിന്റെ ആണോ അത് ഗുഡ്വിൽ കൊടുത്തു വരണതാണോ? ഗുഡ്വിൽ കൊടുത്തു വരാം. അപ്പൊ ശോഭയുടെ ഗുഡ്വിൽ കണ്ടുപിടിച്ച് മനസ്സിലായോടാ? 40,000 കിട്ടി. അപ്പൊ ആരെ കൊടുത്തു വരണേ? ബാക്കി 2 പേര് അല്ലേ? അപ്പൊ എന്താ എൻട്രി വരാ? മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മായാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, റോജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാ കൊടുക്കണേ? ടു ശോഭ. എത്ര ശോഭയുടെ ഗുഡ്വിൽ? 40,000 അല്ലേ? ഈ 40,000 എങ്ങനെ കൊടുക്കണേ? ഗെയിനിങ് റേഷ്യോ 1:1 തുല്യമായിട്ട് അല്ലേ? അപ്പൊ 40ന്റെ പകുതി ഇവിടെ 20,000 സെറ്റ് ആണോടാ? ടോട്ടലല്ലോ. ജേണലൊക്കെ വരച്ച് എഴുതിക്കോളൂ കേട്ടോ. മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഗെയിഷ് കാണിച്ചേ. സെറ്റ് അല്ലേ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാൻ സാർ കാണിച്ചോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. യെസ്, ഇത് നമ്മുടെ ഡെത്ത് ആണ് കേട്ടോ. ഡെത്തിന്റെ കേസിൽ ഒരു പാർട്ണർ മരിച്ചു പോയി കഴിയുമ്പോൾ ആ ഡിസീസ്ഡ് പാർട്ണറിന്റെ അവകാശികൾ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കേണ്ട എമൗണ്ടുകൾ കണ്ടുപിടിക്കാറില്ലേ? എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാം. ആരൊക്കെ പാർട്ട്നേഴ്സ് നോക്കിയേ? രാഹുൽ, ടീന ആൻഡ് അഞ്ജലി ആർ പാർട്ട്നേഴ്സ്. 3 പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. രാഹുല്, ടീന, അഞ്ജലി. റേഷ്യോ പറയുന്നുണ്ട്
6:1:1 ആണ് റേഷ്യോ കേട്ടോ. അപ്പൊ 3 പാർട്ട്നേഴ്സ് രാഹുൽ, ടീന, അഞ്ജലി. റേഷ്യോ 6:1:1 ആണ്. അവരുടെ 31 മാർച്ച് 2021 ബാലൻസ് ഷീറ്റ് ആണ് ഇത്. ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡെത്തിന്റെ കേസിലല്ലേ, മരിച്ചു പോകുന്ന കേസിലൊക്കെ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് കമ്പനി പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 31 മാർച്ച് 2021 ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. അസറ്റ് സൈഡ് പ്ലാന്റ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇവിടെ 3 പേരുടെ ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സും പറയുന്നുണ്ട്. സാർ ഞാൻ അടുത്ത് നോക്കാം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. നോക്കിയേ, അഞ്ജലി ആണ് കേട്ടോ. അഞ്ജലി ഇൻ ആൻ ആക്സിഡന്റ് ഡൈഡ് ഓൺ. വേറെ കോമഡി ഉണ്ടായിക്കൊണ്ടിരിച്ചല്ലോ. അപ്പൊ അഞ്ജലി മരിച്ചു പോവാണ് കേട്ടോ. ഡേറ്റ് നോക്കി മക്കളെ 31 ഡിസംബർ 2021 ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഡേറ്റ് ഓഫ് ഡെത്ത് കണ്ടോ. ഈ ഡേറ്റ് ഓഫ് ഡെത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡേറ്റ് ഓഫ് ഡെത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബാലൻസ് ഷീറ്റ് ഡേറ്റും എന്നാണ് മരിച്ചത് ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെത്തിന്റെ കേസ് എന്ത് ചെയ്യണം, 2 ഡേറ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ഈ ആ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം കേട്ടോ. ദ ഡിസീസ്ഡ് പാർട്ണർ, മരിച്ചുപോയ ആളാണ് കേട്ടോ. ദ ഡിസീസ്ഡ് പാർട്ണർ വിൽ ബി എൻടൈറ്റിൽഡ് ടു റിസീവ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദ ബേസിസ് ഓഫ് ദി പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇയർ വാസ് ₹4 lakh കേട്ടോ. അപ്പൊ നോക്കിയേ, മരിച്ചുപോയ അഞ്ജലി അല്ലേ, അഞ്ജലിക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ₹4 lakh ഉണ്ട് കേട്ടോ. ഈ ₹4 lakh എന്ത് കിട്ടണം, അഞ്ജലിയുടെ ഷെയർ കേട്ടോ, മരിച്ച അന്ന് വരെയുള്ള ഷെയർ എന്ത് ചെയ്യണം, കൊടുത്തു വിടണം. ഓക്കെ. സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% പെർ ആനം ആണ് കേട്ടോ. ഒരു വർഷത്തിൽ 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യണം, കൊടുത്തു വിടണം. അഞ്ജലിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡ്രോയിങ്സ് ടിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് അഞ്ജലി കേട്ടോ ഈസ് ₹36,000. ഇൻട്രസ്റ്റ് ഇസ് ചാർജ് അറ്റ് 6% കേട്ടോ. അപ്പോൾ അഞ്ജലി മരിച്ചത് വരെയുള്ള ഡ്രോയിങ്സ് പറയുന്നുണ്ട് 36,000. അതിന് 6% ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, പേ ചെയ്യണം. പിന്നെ എമൗണ്ട് ഡ്യൂ ടു എക്സിക്യൂട്ടേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് പാർട്ണർ ഈസ് പെയ്ഡ് അറ്റ് വൺസ്. അപ്പൊ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ചേർത്ത് അഞ്ജലിയുടെ എക്സിക്യൂട്ടേഴ്സിന് പേ ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഡ്യൂ ടു ദ എക്സിക്യൂട്ടേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് പാർട്ണർ, പ്രിപ്പയർ നെസസറി അക്കൗണ്ട് ആൻഡ് പാസ് ജേർണൽ എൻട്രീസ്. എൻട്രി ഒന്നും വേണ്ട, നമുക്ക് അക്കൗണ്ട് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ചെയ്ത് നോക്കാം കേട്ടോ. ഇത് സോറി, നിങ്ങൾ ക്വസ്റ്റ്യൻ വേഗം കോപ്പി ചെയ്തോ കേട്ടോ. ഇതൊന്ന് കോപ്പി ചെയ്തോളൂ. ബാലൻസ് ഷീറ്റ് ബോർഡ് ഇട്ട് തരാം കേട്ടോ. ഇതൊന്ന് വേഗം കോപ്പി ചെയ്തേ. ഒരു ബാലൻസ് ഷീറ്റ് ബോർഡ് ഇട്ട് തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ വരക്കാം കേട്ടോ. അപ്പൊ ഞാൻ അത് ബോർഡ് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോ നമ്മുടെ അഞ്ജലിയാണ് മരിച്ചു പോയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, അഞ്ജലിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം കേട്ടോ. ആരാണ് മരിച്ചു പോയത്? മക്കളെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ചാറ്റിലേക്ക് അയച്ചിട്ടുണ്ടാവും കേട്ടോ. ബാലൻസ് ഷീറ്റ് ചാറ്റിലേക്ക് അയച്ചിടും കേട്ടോ. ചെയ്ത് നോക്കാം. അപ്പൊ മരിച്ചുപോയ പാർട്ണർ അഞ്ജലി അല്ലേ. അപ്പം എന്ത് ചെയ്യണം, അഞ്ജലിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കാം. കുറച്ച് മതി കേട്ടോ. ഇവിടെ ഒരു കാര്യം നോക്കട്ടെ മക്കളെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഇല്ലേ ബാലൻസ് ഷീറ്റ്. എന്താ ബാലൻസ് ഷീറ്റ്? 31 മാർച്ച് 2021 ആണ് കേട്ടോ ബാലൻസ് ഷീറ്റ്. എന്നാ ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാ മരിച്ച ഇദ്ദേഹം? 31 ഡിസംബർ. സാറേ കുറച്ച് കാണിച്ചേ. 31 ഡിസംബർ 2021 കേട്ടോ. അപ്പൊ നോക്കി മക്കളെ, ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് എത്ര മാസം ഇദ്ദേഹം വർക്ക് ചെയ്ത് നോക്കിയേ. 31 മാർച്ച് 2021 കഴിഞ്ഞില്ലേ. അപ്പൊ നോക്കിയേ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 9 months കണ്ടുപിടിക്കുന്നത് കേട്ടോ. 9 months എന്ത് ചെയ്തുള്ളൂ, ഇദ്ദേഹം വർക്ക് ചെയ്തോളൂ കേട്ടോ. ഈ 9 months ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കേണ്ടി വരും കേട്ടോ. കണ്ടോ, ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് എത്ര നാൾ ഇദ്ദേഹം ജീവിച്ചിരുന്നു? 9 months. അപ്പൊ 9 monthsലേക്കുള്ള കൊടുത്താൽ മതി. പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കാം. അഞ്ജലിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ 9 months ഓർത്തിരുന്നോ കേട്ടോ, അത് ആവശ്യം വരും കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഡെത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ
ഡേറ്റ് ഓഫ് ഡെത്തും അതേപോലെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റും നോക്കി വെക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, എന്ത് ചെയ്യാം, അഞ്ജലീസ് ക്യാപിറ്റൽ അക്കൗണ്ട് മരിച്ചു അഞ്ജലി അല്ലേ, അപ്പൊ അഞ്ജലീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അഞ്ജലീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണ്ട കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക. ഫസ്റ്റ് പേ ഓഫ് ചെയ്യേണ്ട ക്യാപിറ്റൽ ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാപിറ്റൽ ആയിട്ട് ഫസ്റ്റ് പേ ഓഫ് ചെയ്യണം കേട്ടോ. ക്യാപിറ്റൽ നോക്കാം സാർ, ക്വസ്റ്റ്യൻ കാണിച്ച് ബാലൻസ് ഷീറ്റ് കാണിച്ചു, ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ നോക്കാൻ വേണ്ടിയാണ്. നോക്കി ഇത്ര അഞ്ചലിയുടെ 5 lakh ആണ് കേട്ടോ. 5 lakh അല്ലേ കണ്ടോ, ക്യാപിറ്റൽ ഉണ്ട് അഞ്ചലിയുടെ 5 lakh ആണ് കേട്ടോ. 5 lakh കാണിക്കും. 5 lakh. എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5 lakhന്റെ അല്ലേ, ക്വസ്റ്റ്യൻ കാണിച്ചു കേട്ടോ. രണ്ടാമത്തെ 5 lakh ഇൻറ്റു എത്ര റേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ആണ്, 5% കേട്ടോ. മക്കളെ 5% ഒരു വർഷത്തെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആയിരിക്കും 5% ഒരു വർഷത്തെയാണ് 5%. നമുക്ക് ഒരു വർഷം വേണ്ട 9 മാസം പോലെ. അപ്പൊ എന്ത് വരും, 5/100 ഇൻറ്റു 9/12 വരും കേട്ടോ. 9/12 വരും. ഏത് മനസ്സിലായല്ലോ. പെർ ആനം ഒരു വർഷത്തെയാണ് കേട്ടോ 5%. നമുക്ക് ഒരു വർഷം ഇല്ല, 9 മാസം ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ 9 മാസം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ വരും നോക്കിയേ, 5 lakh ഇൻറ്റു 5% ഇൻറ്റു 9/12. $18,750 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ. പ്രോഫിറ്റ് കൊടുക്കണ്ടേ, അപ്പൊ അത് എഴുതണമല്ലോ. അപ്പൊ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ്. പ്രോഫിറ്റ് 4 lakh ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് കേട്ടോ. പ്രോഫിറ്റ് 4 lakh ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഒഴിക്കണം, 4 lakh അല്ലേ, 4 lakh ആണ് ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ്. ഷെയർ അറിയാം കേട്ടോ. എത്ര ഷെയർ പറയുന്ന ക്വസ്റ്റ്യനില്ലേ, ഫസ്റ്റ് സൈഡ് കാണിച്ച് ബാലൻസ് ഷീറ്റിന്റെ റേഷ്യോ 6:1:1 ആണല്ലേ. 8 അപ്പോ 1/8 കേട്ടോ. 5 ഷെയർ 6:1:1 ആട്ടോ റേഷ്യോ ഉണ്ട് കേട്ടോ. 1/8 ഇൻറ്റു 9/12 ഇതൊരു എമൗണ്ട്. അപ്പൊ നോക്കാം, 4 lakh ഇൻറ്റു 9/12 ഡിവൈഡ് ബൈ 8, 37,500 കേട്ടോ. 37,500 വരെ കേട്ടോ. 37,500. പ്രോഫിറ്റ് 4 lakh ആണ്. 1/8 ഷെയർ ക്വസ്റ്റ്യൻ 6:1:1 ആണ് കേട്ടോ റേഷ്യോ. അപ്പോൾ 1/8 ആണ് വരിക ഇൻറ്റു 9 months കേട്ടോ. 9/12 വരും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഡ്രോയിങ്സ് ഉണ്ട് അല്ലേ. അതിന്റെ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഡ്രോയിങ്സ് എഴുതുക കേട്ടോ. ഡ്രോയിങ്സ് എത്ര ഡ്രോയിങ്സ് അറിയാമോ, 36,000 കേട്ടോ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുമ്പോൾ ഡേറ്റ് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ 36,000 ഇൻറ്റു 5/100 ഇൻറ്റു 9/12 ആണ് കേട്ടോ. മരിച്ച അന്ന് വരെയുള്ള പ്രോഫിറ്റ്. സാർ ക്വസ്റ്റ്യൻ ബോഡി കാണിച്ചേ, ഇതേ ക്വസ്റ്റ്യൻ കണ്ടോ. ഡ്രോയിങ്സ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഇട്ടാ, മരിച്ച അന്ന് വേണ്ട. ഡ്രോയിങ്സ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് അഞ്ജലി ₹36,000 ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ്ഡ് അറ്റ് 5% പെർ ആനം. അപ്പൊ അഞ്ജലി മരിച്ച അന്ന് വരെയുള്ള ഡ്രോയിങ്സ് 36,000 ആണ്. അതിന് 5% ആണ് ഇൻട്രസ്റ്റ്. ഇത് പെർ ആനം അല്ലേ, ഒരു വർഷത്താണ് 5%. പക്ഷെ ഒരു വർഷം നിന്നില്ല, 9 months ഉള്ളൂ. അപ്പോൾ മതി കേട്ടോ. അപ്പൊ 36,000 ഇൻറ്റു 5/100 ഇൻറ്റു 9/12 വരും കേട്ടോ. അത് ചെയ്ത് നോക്കി സാർ, വിളിച്ചത് പിന്നെ നോക്കാം. മരിയ സോജി കിട്ടിയ മരിയ, എത്ര കിട്ടിയ മരിയ? 1,350 ഉണ്ടോ. ഇപ്പൊ എല്ലാം പേ ഓഫ് ചെയ്തല്ലോ. എന്ത് ചെയ്യാ, ബാലൻസ് കേട്ടോ. ബാലൻസ് ചെയ്തോളൂ.
5,18,900 ആണ് വെച്ചത്. അതാണ് ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് കേട്ടോ. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് 5,19,800. 5,18,900. പറഞ്ഞ പോലെ കേട്ടോ. 5,18,900 ചാറ്റ് വന്നേ. ഡൗട്ട് ഉണ്ട് ചോദിക്കാം കേട്ടോ. സാർ ഡൗട്ടാന്ന് തോന്നുന്നു. ചോദിച്ചോളൂ. ആരാണ്? സനക്കുട്ടി ചോദിക്കൂ സന. മോളത് ഷെയർ ആണ് കേട്ടോ. 3 പാർട്ട് സാറൊക്കെ ആയിരുന്നു. സാറെ കുറച്ച് ഫസ്റ്റ് ഒരു മിനിറ്റ് മോളിപ്പോ കാണിക്കാം, ബോഡി കാണിക്കാം. ഇതല്ല മോൾ കണ്ടോ? അതെ, രാഹുൽ, ടീന, അഞ്ജലി. റേഷ്യോ ഉണ്ടോ? 6:1:1. അപ്പൊ 6/8, 1/8, 1/8. മരിച്ച അഞ്ജലി അല്ലേ? അഞ്ജലി ഷെയർ ആണ് 1/8. പ്രോഫിറ്റ് ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഷെയർ വേണ്ടേ? അതാണ് 1/8. പിന്നെ മരിച്ച അന്ന് വരെയുള്ള പ്രോഫിറ്റ് ഇപ്പൊ 9/12 കേട്ടോ. 9 മാസത്തെ. ഓക്കെ, അടുത്ത ആരാണ്? അഭിമന്യു ചോദിക്കണോ? മരിച്ച അന്ന് വരെയുള്ള ഡ്രോയിങ്സാ. അഞ്ജലി മരിച്ച വരെയുള്ള ഡ്രോയിങ്സ് ആണ്. അത് 36,000 എമൗണ്ട്, 5% റേറ്റ് 5/100 ഇൻറ്റു മരിച്ചെന്നുള്ള 9 മാസം നിന്നുള്ളൂ. അപ്പൊ 9/12 കേട്ടോ. ഫുൾ അതെന്താ അറിയാമോ? 5% പെർ ആനമാണ്. ഒരു വർഷത്തെ കണക്കാണ്. ഒരു വർഷത്തെയാണ് 5%. പക്ഷെ ഈ അഞ്ജലി ഒരു വർഷമല്ല 9 months ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? 9/12 ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് ക്ഷമിക്കടാ. ചോദിച്ചോ? ചാറ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന എമൗണ്ട് ആണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. അതെന്താ അറിയാമോ? അസറ്റ്സിന്റെ ഒക്കെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീവാല്യൂഷൻ അക്കൗണ്ട് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് മാത്രം മതി കേട്ടോ. ഏതെങ്കിലും അപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു അസറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ അത് വെച്ചുകൊണ്ട് റീവാല്യൂഷൻ അക്കൗണ്ട് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ഒന്നും പറയുന്നില്ല കേട്ടോ. സെയിമാ. എക്സിക്യൂട്ടീവ്സ് തന്നെയാണ് ഇവിടെ ഭയങ്കര ടു ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ലീഗൽ റെപ്രസെന്റേറ്റീവ് സെയിം ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ് തന്നെയാണ് ലീഗൽ റെപ്രസെന്റേറ്റീവ്. അവകാശികള്, മരിച്ചുപോയ ആളുടെ അവകാശികൾ, മകനോ മകളോ ഭർത്താവോ ഭാര്യയോ കാമുകനൊക്കെ വരും കേട്ടോ. കാമുകനോ കാമുകിയോ ട്രെൻഡാണല്ലോ സംഭവം കേട്ടോ. ഓക്കെ, അപ്പോ നാളെയും ലൈവ് ഉണ്ട്. നാളെ രജിസ്റ്ററിന്റെ ലൈവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളെ. അഡ്മിഷൻ, റിട്ടയർമെന്റ് ഒക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നാളെ മുടങ്ങാത്ത കയറുക. ഓക്കെ, ഡൗട്ടിലേക്ക് നിൽക്കുക, ബാക്കിയുള്ളേക്ക് പോവാം കേട്ടോ. ബൈ ബൈ.